നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, അമ്മേ സർവേശ്വരി, ചോറ്റാനിക്കരമേ, ദേവി ശ്രീഭദ്രേ, മഹാദേവ, ശാസ്താവേ, എല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എൻ്റെ ഭാഗവതനാഥൻ ശ്രീ അടിയൂർ പരമേശ്വരബോധി അദ്ദേഹത്തിൻ്റെ പാറകളിൽ കാണിച്ചുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ചോറ്റാനിക്കരമ്മ എന്നെ ആദ്യമായിട്ട് ഇങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അത് ഗുരുനാഥൻ്റെ സപ്താഹവേദിയിൽ അത് വളരെ വിശേഷമായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട കഥകളിൽ ഒന്ന് അജാമമോക്ഷം. ആചാര്യൻ അജാമമോക്ഷം വായിച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു. സാധാരണ നമ്മൾ അജാമള കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. 6ാം സ്കന്ധത്തിൽ 1 തൊട്ട് ഏകദേശം 3 വരെ, പിന്നീടും പല സ്ഥലത്തും അതിൻ്റെ അനുരണനങ്ങൾ കടന്നു വരുന്ന മഹത്തായ ഒരു കഥയാണ്. ഭാഗവതത്തിൻ്റെ ഒരു പൂർണ്ണമായിട്ടൊരു പഠനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അജാമമോക്ഷം നമുക്കൊക്കെ വളരെ പ്രത്യാശ തരുന്ന ഒരു കഥയാണ്. കാരണം നമ്മുടെ കയ്യിരിപ്പം അങ്ങനെയാണ്. അതുകൊണ്ട് പ്രത്യാശയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ ഗുരുവായൂരപ്പൻ്റെ കൃപ എത്രമാത്രമാണ്, നാമസ്മരണയുടെ ശക്തി എത്ര തീവ്രമാണ്, നാമജപത്തിന് ആരെയും മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. അതിലൊക്കെ ഉപരി ഒരു നിമിഷത്തെ സത്യസന്ധമായ സമർപ്പണം ഒരാളെ രക്ഷിക്കും. അജാമളന്റെ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ്. പ്രത്യേകിച്ച് അവസാനത്തെ ഒരു നിമിഷമെങ്കിലും പൂർണ്ണ സത്യസന്ധതയോട് കൂടിയിട്ട്. അവിടെ സത്യസന്ധത എന്ന വാക്ക് വളരെ ശ്രദ്ധിക്കണം. ഭാഗവതം പറയുന്ന സത്യത്തിനോട് ചേർന്ന് നിൽക്കണം. സത്യം പരമധീമഹി എന്ന് സത്യം, ആ സത്യം, ആ പരമസത്യത്തോട് ചേർന്ന് നിൽക്കാൻ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം. അങ്ങനെ ചേർന്ന് നിന്നുകൊണ്ടുള്ള സമ്പൂർണ്ണ സമർപ്പണം ശരണാഗതിയുള്ള ഒരാൾക്ക് വരുന്ന പരിവർത്തനം പറയും. അജാമന്റെ ജനനമൊക്കെ വളരെ ഭാഗവതം വളരെ ഭംഗിയായിട്ടാണ്. മറ്റ് പുരാണങ്ങളിൽ ഒന്നും കാണുന്ന ഒരു കഥയാണ് ഒരു തരത്തിൽ നോക്കി അജാമന്റെ കഥ എന്ന് പറയുന്നത്. കാരണം ഭാഗവതത്തിലുള്ള പല കഥകളും പരമപുരാണത്തിലും മത്സ്യത്തിലും പരാപുരാണത്തിലും വാമനപുരാണത്തിലും ബ്രഹ്മാണ്ഡ പുരാണം ബ്രഹ്മോയത്ത പുരാണത്തിലും ഒക്കെ ഇങ്ങനെ കാണാം. പക്ഷെ അജാമയുടെ കഥയ്ക്ക് ഇവിടെ നരസിംഹത്തിന്റെ കഥ പോലും ധാരാളമായിട്ട് കാണാം. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കഥകളുടെ തന്നെ ഉപകഥകൾ, കുരിഞ്ചുരോപഖ്യാനത്തിന്റെ സ്വഭാവമുള്ള കഥകളൊക്കെ വേറെ ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. അജാമോപഖ്യാനം പോലെ ഒരു കഥ നമുക്ക് ശരിക്കും വളരെ അപൂർവമാണ്. അതിന് തുല്യമൊരു കഥ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. ഉള്ളതൊക്കെ ശിവരാത്രി മഹാത്മ്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു വേടൻ കാട്ടിൽ രാത്രി ശിവശിവാന്ന് വിളിച്ചതും അല്ലെങ്കിൽ ഗോളത്തിൻ്റെ ഇല അർച്ചിച്ചതും അങ്ങനെ മോക്ഷം കിട്ടിയതുമായിട്ടുള്ള കഥകൾ, സിമിലർ സ്വഭാവമുള്ള കഥകൾ കാണുന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഘോരമായിട്ടുള്ളൊരു കർമ്മത്തിൻ്റെ പാണ്ഡമുള്ള ഒരാള് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത് അത് ചിലവർക്ക് സഹിക്കില്ല. കുട്ടികളൊക്കെ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ ചിലവർ ചോദിക്കാറുണ്ട്, അത് ശരിയല്ലല്ലോ, അതെങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഇത്രയ്ക്ക് ഘോരമായിട്ടുള്ള പാപം ചെയ്തവനൊക്കെ വെറുതെ ഒരു പ്രാവശ്യം നാമം ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോയില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. വളരെ ന്യായമായ വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ അജാമളൻ ജനിച്ച മുതൽക്ക് തന്നെ ഒരു ദുഷ്ടനോ അപകസഞ്ചാരിയോ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം വളരെ സത്സംഗങ്ങളിൽ താല്പര്യമുള്ള വേദപണ്ഡിതനായ ഒരു നല്ല ആത്മാവ് തന്നെയാണ് അദ്ദേഹം. അടിസ്ഥാനപരമായിട്ട് നമ്മളെല്ലാവരും എല്ലാവരെയും പ്രപഞ്ചത്തിൽ സ്റ്റാർട്ട് ഔട്ട് വെരി ഫ്രഷ്, എല്ലാവരും നല്ല തന്നെയാണ്, ഒരു സംശയവും. ഒരു ദിവസം അദ്ദേഹം കാഴ്ചയാണ് അദ്ദേഹത്തിന് വഴിതെറ്റിച്ചത്.
ഇപ്പം ചേച്ചി ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് എല്ലാവരും ശ്രദ്ധിച്ചത്. ഈ തേങ്ങയും ആ പൂവും ആ എണ്ണക്കുപ്പി ആ ചന്ദനത്തിരി ഇതിലായിരുന്നു ഇപ്പം എല്ലാവരുടെയും ശ്രദ്ധ. കണ്ണ്, ഇന്ദ്രിയങ്ങളിൽ ആദ്യം അടക്കേണ്ടത് കണ്ണാണ്. കണ്ണ് പറക്കണമെന്നുള്ളതാണ് വലിയപകരം സ്വന്തം കണ്ണ് ചുമന്നെടുക്കാനുള്ള കാരണം. കാരണം വേണ്ടാത്തത് കാണാം, വേണ്ടാത്ത കണ്ടാൽ വേണ്ടാത്ത പ്രലോഭനം ഉണ്ടാവും. അതുകൊണ്ട് എന്ത് നാമം വെച്ചാൽ ദയവ് മൊബൈൽ ഫോൺ നോക്കിയിട്ട് നാമം ചെയ്യും. പലർക്കും ഒരു സുഹൃത്താണ് ഈ മൊബൈൽ ഫോണിൽ സഹസ്രനാമം വെച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് പൂജാമുറിൽ കൊണ്ടുപോയിട്ട് ജപിക്കുക. കണ്ണ് തെറ്റിപ്പോണ വഴികളില്ല. കണ്ണാണ് ആദ്യം നിയന്ത്രിക്കുന്നത്. ഇന്ദ്രിയങ്ങളിൽ ആദ്യം നിയന്ത്രിക്കുന്ന കണ്ണ് വീഴ്ച. ഇത് മനസ്സിലാക്കിയ രക്ഷപ്പെടും. അജാമന് വേദജ്ഞാനം ഉണ്ടായിരുന്നു, അജാമന് നല്ല സത്തുക്കളൊരു ബന്ധമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ശരിയാണ്. പക്ഷേ പൂർവ്വവാസന എന്ന് പറഞ്ഞൊരു സംഭവം അത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള വാസനയെ ട്രിഗർ ചെയ്യുന്നത് പൂർവ്വത്തിൽ നമ്മളൊരു കർമ്മം ചെയ്ത് അതിനൊരു സുഖമോ ദുഃഖമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓർമ്മ, ഒരു ചെറിയ മെമ്മറി ആയിട്ട് ഒരു 1 MB നമ്മുടെ ഉള്ളിലുണ്ടാവും. അതാണ് മുള. അത് പൊട്ടും. അനുകൂല സാഹചര്യം വന്നാൽ ആരും കാണില്ല എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഇത് അപ്പ പുറത്തേക്ക് കൊടുക്കും. ഇതാണ് വാസന. പൊട്ടിക്കഴിഞ്ഞാൽ ആഗ്രഹം. ആഗ്രഹം എന്തോ അതിനെ നടത്തിയെടുക്കണം, അല്ലെങ്കിൽ നടക്കരുത്, അതിനുള്ള പ്ലാനിങ് ബുദ്ധിയിലുണ്ട്. ആ ക്രിയ മുഴുവൻ മനസ്സിൽ ചെയ്യും. അതിനുശേഷം കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കയ്യ് കാല് ശരീരം മുഴുവൻ കൊണ്ടുപോയിട്ട് അതുകൊണ്ട് ചെയ്യും. ചെയ്തു കഴിഞ്ഞാൽ ആ അനുഭവം വീണ്ടും കൂടി സ്വീകരിക്കും. മനസ്സതിനെ ഒരു ഓർമ്മയാക്കിയിട്ട് സൂക്ഷിക്കും. ശരീരം പോകുന്ന സമയത്ത് ആ ഒരു മെമ്മറി കൊണ്ട് അതാണ് വാസന. വീണ്ടും അനുകൂല സാഹചര്യം വരും, വീണ്ടും ഇതാവർത്തിക്കും. അതുകൊണ്ട് വാസനയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. വാസനാരോഗ്യമായിട്ട് ഒരാളെ കഥ പഠിച്ചു കഴിഞ്ഞാൽ വരും. വൃത്രാസുരന്റെ വൃത്രൻ വാസനയുണ്ട്. ആ വാസനയുടെ ചർച്ച, ആ വാസനയെ ഈശ്വരോന്മുഖമാക്കി വിട്ടുകഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ രക്ഷപ്പെടില്ല. അതിൻ്റെ ആദ്യത്തെ ചുമടണം ആദ്യകാലങ്ങളിൽ വാസന സഹിക്കാൻ പറ്റുന്നതെങ്കിൽ അവസാന കാലത്തെങ്കിലും ഈശ്വരനിലേക്ക് പോവുക. ഈശ്വരനിലേക്ക് എല്ലാ വാസനകളും തിരിച്ചുവിടുക എന്നുള്ളതിന് വേണ്ടിയിട്ട് വൃത്രനെ കൊണ്ട് ഭഗവാന്റെ സ്തുതി ചെയ്യിപ്പിച്ചിരിക്കും. അഹം ഹരേ എന്ന് തുടങ്ങുന്ന സ്തുതി, അസുര സ്തുതിയെ. അപ്പോഴും പക്ഷെ മുഴുവനായില്ല. വൃത്തികൾ മുഴുവൻ പോകണം, വാസനകൾ മുഴുവൻ ഈശ്വരന് കാരണം. അപ്പോൾ എന്താ ലക്ഷക്കണക്കിന് വാസന ഉണ്ട്, അതൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചൊരു എണ്ണം എടുത്തു, 16,008. ആ വാസനകളൊക്കെ നമ്മൾ ഈശ്വരനിലേക്ക് നമ്മൾ തിരിച്ചു വിടുക. ഇല്ലെങ്കിൽ എന്താ നരകാസുരന്റെ തളർച്ച കണ്ടു. ഭഗവാനിലേക്ക് ഏത് വാസനയെ തിരിച്ചു വിട്ടാലും ശുദ്ധമാക്കാൻ കൃഷ്ണാവതാരം കൊണ്ട് അവസാനം കാണിച്ചു തരും. അപ്പൊ അതിനൊക്കെ മുമ്പ് ഒരു ടെസ്റ്റ് കാണിച്ചിട്ടുണ്ട്. വാസന എങ്ങനെ പൊട്ടും? അജാമന്റെ കഥ ഒരു കഥയും ചുമ്മാ ഒരു രസത്തിന് ഇവിടെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ മറ്റേ ഞങ്ങൾ പണ്ട് കേരളത്തിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള പബ്ലിക്കേഷൻ്റെ ഇംഗ്ലീഷ് വായനയുടെ സബ് എഡിറ്റർ ട്രെയിനിങ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത് നിങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ട എല്ലാ ആഴ്ചയും വായിക്കുന്ന വാരഫലം, പറയാൻ പാടെന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് ആ വാരഫലം എഴുതി വരും. ജ്യോതിഷന്റെ ഈ നക്ഷത്രം ഇന്ന തൊട്ട് ഇന്നത് വരെ എന്ന് ഇംഗ്ലീഷാണ്. അപ്പൊ അതിന് സ്ഥലം തരിയില്ല ലേഔട്ടിന്. ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊക്കെ എഴുതി വരും. വേറെ ചില ആൾക്കാർ ഇതിൻ്റെ ഇങ്ങനെ ലേഔട്ടിനനുസരിച്ചിട്ടാണ്, ഇഷ്ടത്തിനനുസരിച്ചിട്ട് വരി ചേർക്കുന്നത്. മനസ്സിലായില്ലേ? അതുപോലുള്ള എഡിറ്റിങ്ങുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ കഥ സത്യം പറഞ്ഞാൽ അത്തരം എഡിറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇങ്ങനെ ഒരൊറ്റ അബദ്ധം പറ്റും. ഇദ്ദേഹം പോകുന്ന സമയത്ത് ഒരു വ്യക്തി ഒരു സ്ത്രീയും തമ്മിൽ ഇണചേർന്നാണ്. അവളാണ് ഒരു അധപ്പതിച്ച സ്ത്രീ. ആ ഒരൊറ്റ കാഴ്ച അയാളുടെ ജീവിതം നശിപ്പിച്ചു. ഒരൊറ്റ കാഴ്ച. ഇന്നിപ്പോൾ അതിന് ഫേസ്ബുക്കോ യൂട്യൂബോ അനവധി സൗകര്യങ്ങളുണ്ട്. മനുഷ്യൻ ദിവസം നമ്മൾ ആരും ചീഞ്ഞ ഭക്ഷണം കഴിക്കില്ല. ചീഞ്ഞ ഭക്ഷണം വന്ന് ആരും കഴിക്കില്ല. പക്ഷെ കണ്ണുകൊണ്ട് ചെവി കൊണ്ട് ചീഞ്ഞത് മാത്രമേ കഴിക്കൂ. കണ്ണുകൊണ്ടും ചെവി കൊണ്ടും കഴിക്കുന്നത് ചീഞ്ഞതാണെന്നുള്ള ബോധം വരുന്ന കാലത്ത് ഈ ധർമ്മം നന്നാവും. അങ്ങനെ ഇദ്ദേഹം ധർമ്മത്തെ ഉപേക്ഷിച്ചു, പതിവ്രതയായ ഭാര്യ ഉപേക്ഷിച്ചു. ആ സ്ത്രീയുടെ കൂടെ പോയി ജീവിക്കാൻ തുടങ്ങി. അതിൽ അനവധി മക്കളുണ്ടായി. അങ്ങനെ അനവധി മക്കളുണ്ടായതിൽ എല്ലാവരും ഇങ്ങനെ ഉണ്ടാവുന്ന മക്കളല്ലേ, അച്ഛനും അമ്മയൊന്നും നോക്കില്ല. അവരൊക്കെ പല വഴിക്ക് പോയി. ഒരുത്തം മാത്രം അവശേഷിച്ചു. അവൻ്റെ പേര് നാരായണൻ എന്നായിരുന്നു.
ഭീകരായി. ചക്രശ്വാസം എഞ്ചിനൂടിങ്ങനെ ഉയർന്ന് താഴാനൊക്കെ തുടങ്ങിയ സമയത്ത് മരണ നേരത്ത് നമ്മൾ പല കാഴ്ചകളും കാണും. ചിലവർ മരിക്കുന്നതിന് ഏതാനും സമയം മുമ്പ് തന്നെ തൻ്റെ പൂർവികരെ കാണാറുണ്ട്. മരിച്ചുപോയ ചില അമ്മ അങ്ങനെയുള്ളവർ. ചിലവർ തൻ്റെ അന്നുള്ള ജീവിതം തൊട്ടിട്ട് മുഴുവൻ ജനിച്ച സമയം വരെ ഓർമ്മയുള്ളതൊക്കെ ഒരു തിരശ്ശീലയിൽ ഒരു സിനിമ കടന്നു പോകുന്നത് പോലെ കാണും. മനസ്സിനെ ഏറ്റവും കൂടുതൽ ഉറപ്പിച്ച് നിർത്താൻ ബുദ്ധിമുട്ടുള്ള സമയമാണ്. രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്, പ്രാണം പോകുന്ന നേരത്തെ എത്ര വലിയ സന്യാസികൾ എന്ത് വലിയ വാസനാവേഷം കെട്ടിയാലും അവനൊന്നും പട്ടയ്ക്കും. ലക്ഷ്മി എന്ന് പറയുന്ന പശുവിൻ്റെ മോക്ഷണം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ നെഞ്ചിൻ്റെ അവിടെ കൈവച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ശാന്തയാക്കി 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 ആത്മാവിനെ മോചിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സാധാരണക്കാരായിട്ട് നമ്മുടെ കാര്യം പറയാനില്ല. മനസ്സ് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന അവസ്ഥ, ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ ആ ശരീരത്തിൽ ഇരുന്ന സമയത്തുള്ള വ്യക്തിത്വം ഞാൻ ഇന്ന ആളാണ് എന്ന വ്യക്തിത്വത്തോട് കൂടിയ പോണത്. ഇതാണ് പ്രേതാവസ്ഥ. കഴിഞ്ഞ ചിണ്ടപുരാണത്തിൽ എറണാകുളം നരകത്തിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വിസ്തരിച്ചിട്ട് ഈ ഒരു യാത്രയുടെ കണക്കുകൾ പറഞ്ഞിരുന്നു. അത് കേട്ട കുറേ ആൾക്കാർ ഇവിടെ കാണുന്നു. അതോട് അവർക്ക് റീകളക്ട് ചെയ്ത് പോയി ആ പോകുന്ന അവസ്ഥയിൽ മനസ്സുകൊണ്ടാണ് പോകുന്നത്. ആ മനസ്സ് അവസാന നിമിഷം ചിന്തിച്ചതെന്തോ അതിൽ സ്റ്റക്കായി. കാരണം മനസ്സ് എന്നൊന്നും വാസ്തവത്തിലില്ല. അജാമന്റെ കഥ മനസ്സിലാവണമെങ്കിൽ മനസ്സിന്റെ ഘടന അറിയണം. മനസ്സ് എന്നൊന്നും വാസ്തവത്തിലില്ല. ചിന്തകളുടെ കൂട്ടം മാത്രമേ. ഒരുപാട് ചിന്തകളാകുമ്പോൾ മനസ്സ് പടയും, സ്ട്രെസ്ഡോ വയ്യാണ്ടോ. സാധാരണ ഒരു വസ്തുവിലേക്ക് ഒരുപാട് തിക്നെസ് വരുമ്പോൾ അതിന് ശക്തി കൂടുകയും ചെയ്യും. മനസ്സിന് നേരെ തിരിച്ചാൽ ഒരുപാട് ചിന്ത വന്നാൽ മനസ്സ് വീക്കാവും. ചിന്തകളുടെ എണ്ണം കുറച്ച് കൊണ്ടുവന്നാൽ മനസ്സിന് ശക്തി വർദ്ധിക്കും. ഒരു ചിന്ത മാത്രമായ ഭയങ്കര ശക്തി. ആ ഒരു ചിന്ത കൊണ്ടുവരാനാണ് ഈ ജപം, നാമജപം, മന്ത്രജപം ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഒറ്റ ചിന്ത നാരായണ 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 രാമ രാമ ശിവ ശിവ അമ്മേ ശരണം ദേവി ശരണം അമ്മേ നാരായണ ദേവി നാരായണ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു നാമം മാത്രമാകുമ്പോൾ മനസ്സിന്റെ പവർ വർദ്ധിക്കും. അത് സ്വയം തിരിച്ചറിഞ്ഞ ഹനുമാൻ സ്വാമി പോലെ മാറും. അതിനു വേണ്ടിയിട്ടാണ് ഈ വിദ്യകളൊക്കെ, ഈ മനസ്സടക്കാൻ നിൽക്കേണ്ട വിദ്യകളൊക്കെ. അത് അറിയാണ്ട് സംഭവിച്ചാൽ പോലും അർത്ഥം. അജാമന്റെ കഥ അതാ കാണിച്ചത്. അറിയാണ്ട് സംഭവിച്ചത് എന്തോ പൂർവ്വ യോഗ ഇങ്ങനെ അത് സംഭവിച്ചു. യമദൂതന്മാര് വന്നു, കഴുത്തിൽ കയറിട്ട് മുറുക്കി പുറത്തേക്കിട്ട് വലിക്കും. അസത്തുക്കളാവുമ്പോൾ ബ്രഹ്മരന്ധ്രം വഴിയൊന്നുമല്ല പ്രാണം പോലെ. ചിലപ്പോൾ കണ്ണുകൂടെ, മൂക്കുകൂടെ, വായിക്കൂടെയോ താഴെയുള്ള ദ്വാരങ്ങളുടെ കൂടെയൊക്കെ മരിച്ച ശരീരം കണ്ടാൽ അറിയാൻ പറ്റും പ്രാണൻ എതിരെ പോയിരിക്കുന്നത്. ദുഷിച്ച ആത്മാക്കൾക്ക് ചെയ്തിട്ടുള്ള കർമ്മത്തിനനുസരിച്ചിട്ടുള്ള പ്രാണന്റെ ഗതി പുറത്തേക്ക്. അപ്പം ഏത് ദ്വാരത്തിലൂടെ വലിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്കും പ്രാണവേദന, ശരീരം മുഴുവൻ കൊടുക്കുന്ന. പണ്ട് അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്ത് വരുമ്പോഴും ഇതേ വേദന അനുഭവിച്ചിട്ട് കുട്ടി. പക്ഷെ കുട്ടി മറന്നുപോയി. മനുഷ്യക്കുട്ടി സകല വേദന അനുഭവിച്ചിട്ടാണ് പുറത്ത്. അമ്മ മാത്രമല്ല അനുഭവിക്കുന്നത്, കുട്ടിയും അനുഭവിക്കുന്നുണ്ട്. കുട്ടി പ്രാണവേദന അനുഭവിച്ചിട്ടാണ് പുറത്തേക്ക്. അതിൻ്റെ സമാനമായ വേദന അനുഭവിച്ച് പടയുന്ന സമയത്ത് അറിയാണ്ട വിളിച്ചുപോയി. ഭയം കൊണ്ട് വിളിച്ചു. രക്ഷിക്കാൻ വേറെ ആരുമില്ല. തന്റെ മകൻ, അവിടെയുള്ള മകൻ വന്ന് തന്നെ രക്ഷിക്കും എന്ന് വിചാരിച്ചിട്ട് നാരായണ വിളിച്ചു. അല്ലേ? ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഹരേ സത്താഹത്തിന്റെ വേദികളൊന്നും വിസ്തരിക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് പ്രത്യേകിച്ച് പറയണം. ഭഗവാന്റെ നാമം വിളിച്ചാൽ വന്നിരിക്കും. ചോറ്റാനിക്കരമ്മേ ശരണമെന്ന് മാത്രം പറഞ്ഞിട്ട് രക്ഷപ്പെട്ടിട്ടുള്ളവരുണ്ട്. അല്ലെ? ചെമ്മങ്ങാട് ഭട്ടതിരിയുടെ നവാക്ഷരി ചോറ്റാനിക്കരമ്മേ ശരണമെന്നായിരുന്നു എന്ന് പറയും ആത്മാവിന്റെ. അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അവരെയൊക്കെ സ്മരിക്കണം. ഈ പുണ്യഭൂമിയിലേക്ക് കാക്കശ്ശേരിയും ചെമ്മങ്ങാടിനെയും പോലുള്ള മഹാത്മാക്കളെ, മഹാഉപാസകരെ, അമ്മയുടെ പ്രിയപ്പെട്ട മക്കള്, അവരെയൊക്കെ സ്മരിക്കേണ്ടതാണ്. അറിയാണ്ടാണെങ്കിൽ ഗുരുവായൂരൊക്കെ ഓർമ്മിക്കും. അങ്ങനെ അറിയാതെ നാരായണനാമം ചൊല്ലിപ്പോയി. ഉടനെ തന്നെ അവിടെ വിഷ്ണുദൂതന്മാരെ പ്രത്യക്ഷപ്പെടും. യമദൂതന്മാരെ തടയണോ, അജാമനെ രക്ഷിക്കണോ. ആ സമയത്ത് യമദൂതന്മാർ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വിഷ്ണുദൂതന്മാർ അതിൻ്റെ ഉത്തരമായിട്ട് ഭഗവാന്റെ നാമത്തിന്റെ ശക്തി എന്താണ്, ഭഗവാന്റെ നീതിബോധത്തിന്റെ
സ്വഭാവം എന്താണ് എന്നിങ്ങനെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാരണ അതിൽ ഭഗവാന്റെ നാമത്തിന്റെ ശക്തിയിലാണ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അത് ആധ്യാത്മികമായി വളർന്നവർക്ക് ഗുണം ചെയ്യും, തെറ്റില്ല. കാരണം ഓൾറെഡി ആ പടിയിലേക്ക് കയറി നിൽക്കുന്നവരാണ് ഈ സപ്താഹങ്ങൾ കേൾക്കാൻ വരുന്നതും ജപിക്കാൻ വരുന്നതും അമ്പലത്തിൽ പോകുന്നവരാ നമ്മുടെ ചെറുപ്പക്കാർ മക്കൾ. ഇതൊക്കെ ഇവിടെ തന്നെ എത്രയാണ് ചെറുപ്പക്കാരോട് ഇല്ല, എല്ലാവരും മിഡിൽ ഏജ് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുള്ള ആൾക്കാരാണ്. കുട്ടികളില്ല ഇവിടെ കേൾക്കാൻ. അവര് ചോദിക്കുന്ന ചോദ്യമാണ് ഇതിലെ നീതി എന്താണ്. അതിലെ രണ്ടാം ഭാഗമാണ് ഡിവൈൻ ജസ്റ്റിസ് എന്ന് പറയും. ഭഗവാന്റെ നീതി എന്താണ്, ആ ഭഗവാന്റെ നീതി എന്താണെന്നുള്ളത് അതിൽ പറഞ്ഞു വയ്ക്കുന്നത്. ആ ഭഗവാന്റെ നീതി എന്ന് പറയുന്നത് കേൾക്കുന്നവർക്ക് എന്തായി പറയണേ തുടർന്ന് പറഞ്ഞേ, ഒരു നിമിഷത്തെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം നിന്നെ രക്ഷിക്കും. ഇത്രയും മഹാപാപം ചെയ്താൽ അത് ചെയ്താൽ മതിയോ? അപ്പൊ ഉടനെ അടുത്ത ചോദ്യമാണ് അതിൽ വന്നിട്ട് നിൽക്കും. അതോടെ നമുക്കിലേക്ക് വരാം. അജാമിളൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അജാമിളനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല പണ്ടൊക്കെ കുട്ടിക്കാലത്ത് അജാമിളൻ അതോടെ വൈകുണ്ഠം കിട്ടിയെന്നാണ്. ആരും ഭാഗവതം വായിച്ചു നോക്കണില്ല, അതിൻ്റെ കുഴപ്പമാണ്. അജാമിളന് അതോടെ വൈകുണ്ഠം കിട്ടിയെന്നില്ല. അജാമിളന് യമദൂതന്മാർ അദ്ദേഹത്തെ ഇട്ടയച്ച് പോയി കഴിഞ്ഞ് അതും പോരാണ്ട് യമദൂതന്മാർ ചെന്നിട്ട് യമധർമ്മന്റെ അടുത്ത് പോയിട്ട് ചോദിക്കും, ഇത് എവിടുത്തെ ന്യായമാണ്? നമ്മൾ ഈ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ യമദൂതന്മാർ ചെന്നിട്ട് യമധർമ്മദേവനോട് ചോദിക്കും. അതിന് യമൻ ഉത്തരങ്ങൾ പറയുന്നുണ്ട്, എൻ്റെ രീതിയല്ല ഭഗവാന്റെ രീതി. ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ മാത്രം വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ലുക്കൗട്ടേ വ്യത്യാസമാണ്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടേ വ്യത്യാസമാണ്. ആ കാഴ്ചപ്പാടിന്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ. ആ യമൻ പറയുന്നത് മാത്രം നമുക്ക് ശരിക്കും വിശേഷമായിട്ടുള്ളൊരു പ്രഭാഷണ വിഷയമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അജാമിളൻ ഇവിടെ ദൂതന്മാരുടെ കയ്യിൽ രക്ഷപ്പെട്ടു. എന്നാൽ വൈകുണ്ഠത്തിൽ ഉണ്ടായോ? വൈകുണ്ഠത്തിൽ പോയിട്ടില്ല. ഹി ഗോട്ട് എ സെക്കൻഡ് ചാൻസ്, രണ്ടാമതൊരു അവസരം കിട്ടി. അതുകൊണ്ട് ജീവിതത്തിൽ മരിക്കേണ്ട അവസ്ഥ വന്നിട്ട് ആരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടോ ജീവിതത്തിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അവരൊക്കെ അജാമന്മാരാണ്. ആ ചാൻസ് ഉപയോഗിക്കുക. പ്രാണൻ പോകേണ്ട അവസ്ഥ അല്ലെങ്കിൽ പ്രാണൻ പോകുന്ന അവസ്ഥയ്ക്ക് തുല്യമായ വേദന ഉണ്ടായാലും മരണത്തിന് തുല്യമാണ്. മരിക്കണം എന്ന് നിർബന്ധമില്ല, മരിക്കാൻ പോയി എന്നുള്ളതില്ല. അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നു പറയും അല്ലേ? ആ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് വീണ്ടും പോണതിന് മുമ്പ് ബെറ്റർ യു ഗെറ്റ് പ്രിപ്പയർ ആയിട്ട് ആ തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പിന് വലിയ അത് റോക്കറ്റ് ഉണ്ടാക്കുന്ന പണിയൊന്നുമല്ല, വളരെ ലളിതമായിട്ടുള്ള പണിയാണ്. ആ ലളിതമായ പണിയാണ് പറഞ്ഞത്. മനസ്സിനെ ഒരു ചിന്തയിലേക്ക് ഉറപ്പിക്കുക, അത് ഭഗവാനിലേക്ക് ഉറപ്പിക്കുക. അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അനന്തരഗതി സുഗമമായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഹരിദ്വാരത്തിൽ പോയി. അജാമിളൻ സകലത് ഉപേക്ഷിച്ച് ഹരിദ്വാരത്തിൽ പോയി പശ്ചാത്തപിച്ചു, തപസ് ചെയ്തു. എത്ര കാലം അജാമിളൻ ജീവിച്ചു നമുക്ക് അറിഞ്ഞൂടാ. 5 കൊല്ലോ 7 കൊല്ലോ 10 കൊല്ലോ അതോ ഇനി വീണ്ടും ഒരു 100 കൊല്ലോ അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്തോ ഭഗവാനൊന്നും നമുക്കറിയില്ല. എങ്ങനെയാണെങ്കിലും ഹരിദ്വാരത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് വൈകുണ്ഠനാമം ലഭിച്ചു. ഇത് കേട്ട് വിഴുങ്ങേണ്ട കഥയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭാഗവതത്തിന്റെ ഹൃദയം ഇരിക്കുന്നത് കൃഷ്ണാവതാരത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഹൃദയത്തിന്റെ മിടുപ്പ് നമുക്ക് അജാമിളമോക്ഷത്തിൽ കാണാൻ പറ്റും. കൃഷ്ണനെ മനസ്സിലാവണമെങ്കിൽ അജാമിളനെ മനസ്സിലാക്കണം. കാരണം അജാമിളൻ നമ്മളാണ്. അജാമിളൻ മഹാഭക്തനൊന്നുമല്ല. അറിവുണ്ടായിട്ടും ഭ്രംശം വന്നുപോയ ആള്. ലോകത്തിൽ 3 തരം ആൾക്കാരാണെന്ന് പറയാറുണ്ട്. 3 കൂട്ടരും തെറ്റ് ചെയ്യുന്നവരാണ്. നമ്മളതിൽ പെട്ടു. 3 കൂട്ടരും തെറ്റ് ചെയ്യുന്നവരാണ്. ഒരു കൂട്ടർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടാവില്ല, അവർ തെറ്റ് ചെയ്തുകൊണ്ടേ. രണ്ടാമത്തെയും 3ാമത്തെയും കൂട്ടർക്ക് തെറ്റ് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കാനാണോ, അതെ നീ ചെയ്യണ തെറ്റാണോ, തിരുത്തണം എന്ന് പറയാനാണോ. പക്ഷെ അവിടെ വ്യത്യാസം എന്താ വെച്ചാൽ ഒരു കൂട്ടർ തെറ്റ് തിരുത്തും, മറ്റേ കൂട്ടർ വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തവനെക്കാട്ടിലും ഭീകരാവസ്ഥയാണ് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടായിട്ട് വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവര്. അജാമിള ഭാഗ്യത്തിൽ ഇതിന്റെ ഇടയിലെ കാറ്റഗറിയിൽ വരും. അദ്ദേഹത്തിന് വീണ്ടും വാസനകൾ കിട്ടിയ ലൈഫ് തിരിച്ചു കിട്ടി വീണ്ടും
ആ വേശ്യാസ്ത്രീയുടെ കൂടെ കുറച്ചുകൂടെ കാലം സുഖമായിട്ട് ജീവിക്കാം. ഈ നാരായണൻ എന്ന് പറഞ്ഞ മകന്റെ കല്യാണം കാണാം, അവന്റെ കുട്ടിയെ കാണാം, അവർക്ക് പേരക്കുട്ടിയെ കാണാം എന്നൊന്നും ചിന്തിച്ചില്ല. ഒരു പുതിയ വീട് പണിയാം, കാറ് വാങ്ങാം, വൃന്ദാവനത്തിലേക്ക് ടൂർ പോവാം, ഇതൊന്നും ചിന്തിച്ചില്ല. മനസ്സിലായില്ലേ? മനസ്സടങ്ങാണ്ട് തീർത്ഥാടനം നടത്തിയിട്ട് കാര്യമില്ല. മനസ്സിനെ അടിച്ചൊതുക്കുക, അനുഭവത്തിൽ പഠിക്കുക, എന്നിട്ട് തീർത്ഥാടനത്തിന് പോകണം. ആചാര്യൻ പോയ തീർത്ഥാടനം ഫലവത്തായതും വൈകുണ്ഠം കിട്ടിയതും അതുകൊണ്ടാണ്. മനസ്സടങ്ങാണ്ട തീർത്ഥാടനം പോയിട്ട് കാര്യം. കാരണം തീർത്ഥാടനത്തിൽ ആത്മസമർപ്പണം നടക്കുന്ന സ്ഥലമാണ്. പഴയ കാലത്ത് മിക്ക തീർത്ഥാടനങ്ങൾ പോയാൽ തിരിച്ചു വരണില്ല. ഇന്നാ പോയാൽ എത്രാം തീയതി വരും തൊട്ടാ അല്ലേ? റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് തന്നെ പോകണം നമ്മൾ. പണ്ട് കാശിക്ക്, വൃന്ദാവനത്തിലേക്ക്, ഹരിദ്വാരത്തിലേക്ക്, കേദാരത്തിലേക്ക്, ബദരിയിലേക്ക് നമ്മൾ പോയിരുന്നത്. ശബരിമലയ്ക്ക് തിരിച്ചു വരുമോ എന്നറിയാതെ തെറ്റ് ചെയ്തവരോടൊക്കെ മാപ്പ് പറഞ്ഞ് കടം കൊടുത്തു തീർക്കാനുള്ളതൊക്കെ കൊടുത്തു തീർത്ത് പോകണമെന്നാണ് പഴയ ഗ്രന്ഥം ശബരിമല യാത്രയുടെ. അപ്പോൾ ഇതിന്ന് നമുക്ക് പഠിക്കേണ്ട കുറേ വിഷയങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞു പോവാം. ആദ്യം ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് കുറച്ച് തത്വങ്ങളുണ്ട്. ആ അടിസ്ഥാന തത്വങ്ങളൊക്കെ തന്നെ ആചാര്യന്മാർ ധാരാളമായിട്ട് പ്രഭാഷണ രീതികളോട് പറയുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഈ നാമം നാമീന്ന് വ്യത്യാസമില്ല. നാരായണനുള്ള നാമം, നാരായണൻ എന്ന് പറയുന്ന ബ്രഹ്മത്തിന് ഒരു വ്യത്യാസമില്ല. അവിടെ നാരായണ ഉച്ചരിച്ചാൽ അത് ഭാവമുണ്ടോ ഇല്ലയോ, മകനെയാണ് വിളിച്ചതെന്നുണ്ടെങ്കിൽ പോലും അവിടെ വളർന്നത് ആ ബ്രഹ്മതത്വം. അതുകൊണ്ട് നാമത്തിൽ പൂർണ്ണ ചൈതന്യവും പൂർണ്ണ ശക്തിയും ഈശ്വരൻ്റെതായിട്ട്. ശ്രീരാമസ്വാമി പണ്ട് ഹനുമാൻ സ്വാമിയെ ഒരു പ്രത്യേക അവസരത്തിൽ ആക്രമിക്കേണ്ട അവസ്ഥ വന്ന കഥയും. അന്ന് രാമൻ ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു, ഹനുമാനെ നീ, അഞ്ജനെ നീ മാറി നിൽക്ക്, ഇല്ലെങ്കിൽ എനിക്ക് നിന്റെ മാറ് തകർക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ അങ്ങയുടെ ബാണം എന്റെ നെഞ്ചിലേക്ക് അയച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നെഞ്ചു പിടിച്ചിട്ട് അങ്ങ് നിന്നത്ര. രാമബാണം വിനാദത്തിനും സുദർശനത്തിനും തുല്യമാണ്. അത് എരിഞ്ഞില്ലാണ്ടായി പോയി. ശ്രീരാമസ്വാമി അത്ഭുതപ്പെട്ടു. ഇതെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അങ്ങയുടെ നാമം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ ഈ രൂപം നാളെ ഇല്ലാണ്ടാവും. കൗസല്യ പ്രസവിച്ച ഈ പഞ്ചഭൂതാത്മകയുടെ രൂപം ഇല്ലാണ്ടാവും. പക്ഷെ അങ്ങയുടെ നാമം ഈ പ്രപഞ്ചത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. ആ നാമത്തിന്റെ ശക്തി കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ട അങ്ങയുടെ കഴിയുന്നത്. അപ്പൊ ഭഗവാൻ തന്നെ ഭഗവാന്റെ നാമത്തിനെതിരെ വന്നാൽ പോലും നാമമേ ജയിക്കുള്ളൂ. അതാണ് നാമത്തിന്റെ ശക്തി. കാരണം രൂപം നാമം റിവേഴ്സിൽ വരുമ്പോ ആനന്ദം ചിത്ത് സത്ത്, സച്ചിദാനന്ദ സ്വരൂപം. സത്ത്, ചിത്ത്, ആനന്ദം, നാമം, രൂപം. നമുക്ക് ഈ അഞ്ചെണ്ണം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ നമ്മുടെ രൂപത്തിലും നാമത്തിലും കുടുങ്ങി കിടക്കുന്നു. അതിന് പകരം നമ്മുടെ രൂപത്തിനെ കളയുക, ഭഗവാന്റെ രൂപത്തിനെ മനസ്സിൽ ഉറപ്പിക്കുക, ഭഗവാന്റെ നാമത്തിനെ ജപിക്കുക, മനസ്സിൽ കൊണ്ടുവരിക. സത്തും ചിത്തും ആനന്ദവും താനെ വരും. ഇത് പഠിപ്പിച്ചു ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പിന്നെ ഒരു ജീവിതകാലം മുഴുവനുള്ള പാപങ്ങളുടെ, അല്ലെങ്കിൽ അനവധി ജീവിതകാലങ്ങൾ മുഴുവനുള്ള കർമ്മദോഷങ്ങൾ, മഹാപാപങ്ങളെ ഒരു തട്ടിലും സത്യം അടുത്ത തട്ടിൽ ആ ഭഗവാന്റെ നാമവും വെച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ നാമം തന്നെ താഴ്ക്കണം. ഭഗവാന്റെ നാമം പൂർണ്ണതയോടുകൂടി, സത്യസന്ധതയോടുകൂടി, പൂർണ്ണ സമർപ്പണത്തോടുകൂടി ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ജപിക്കാൻ സാധിച്ചാൽ ആ ഒരു പ്രാവശ്യത്തെ ജപം മതി ജീവിതകാലം മുഴുവനുള്ള മഹാപാപങ്ങളുടെ, കർമ്മദോഷങ്ങളുടെ മുഴുവൻ ഭാരം തീരാൻ എന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ സനാതന ധർമ്മത്തിലെ കൃപാസിദ്ധാന്തം എന്ന് പറയും. കൃപാസിദ്ധാന്തം വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. സനാതന ധർമ്മം ഈശ്വരകൃപയുടെ ശക്തി, ഈശ്വരകൃപയുടെ വഴി, ഈശ്വരകൃപ കൊണ്ട് എന്തെന്ന് നമുക്ക് നേടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇതാണ് രണ്ടാമത്തെ തത്വം. നാമം ഒന്നാണെന്നുള്ളത്. ഒരു നിമിഷത്തെ സമർപ്പണ ബുദ്ധിയുള്ള ജപം ജീവിതകാലം മുഴുവനുള്ള കർമ്മത്തെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ ജന്മങ്ങളുടെ പാപത്തെ നശിപ്പിക്കുന്ന. രണ്ടാമത്തത്. മൂന്നാമത്തത്, രണ്ട് രീതികൾ തമ്മിലുള്ള താരതമ്യം എല്ലാവരുടെ പക്ഷത്തിൽ വരുന്നു. യമന്റെ ധർമ്മം, വിഷ്ണുവിന്റെ കൃപ, രണ്ടും പ്രധാനമാണ്. ഇത് വെറും
ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നതിന്റെ അല്ലെങ്കിൽ ആധ്യാത്മിക ചർച്ചയിൽ വാദപ്രതിവാദത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യം രണ്ട് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണ് പറയുന്നത്. ഒന്ന്, കർമ്മത്തിനനുസരിച്ചിട്ടുള്ള നീതി നിർവഹണം. പ്രപഞ്ചത്തിൽ ചെയ്ത കർമ്മം ഇന്നതാണോ അതിനനുസരിച്ച് നമുക്ക് കൂലി. അത് യമന്റെ രീതി. യമധർമ്മം എന്ന് പറഞ്ഞാൽ യമധർമ്മം എന്ന് നമ്മൾ അദ്ദേഹത്തിന് വിളിക്കും. എന്ത് അടിസ്ഥാനത്തിലാണ്? യമധർമ്മം, നിയന്ത്രണത്തിന്റെ ധർമ്മം. എങ്ങനെ വർക്ക് ചെയ്യണം? കർമ്മത്തിനനുസരിച്ചുള്ള ഫലം തരുന്നതാണ് യമധർമ്മം. ആ ധർമ്മവും അതാണ് നമുക്കറിയുന്ന പൊതുധർമ്മത്തിന്റെ രീതി. ചെയ്ത എന്തെങ്കിലും ചെയ്തിട്ടോ അതിന്റെ ശമ്പളം കിട്ടിയിരിക്കും. നല്ല ചെയ്താൽ അത്, മോശം ചെയ്താൽ അത്. ഈ ജന്മമാണോ ഈ ജന്മം, പൂർവ്വത്തിലാണോ പൂർവ്വത്തിൽ, അതൊന്നും വിഷയമല്ല. ഇപ്പൊ പരമ്പത്ത കൂലി, സ്പോട്ടിൽ അടി വരുന്നു. പ്രകൃതി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ യമധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മത്തിനനുസരിച്ചിട്ട് കിട്ടുന്ന നീതിയാണ്. പക്ഷേ ഇതിന്ന് എത്രയോ വ്യത്യാസവും സാധാരണക്കാർക്ക് ഒരിക്കലും മനസ്സിലാക്കാനും സാധിക്കാത്ത, അതിന് കാരണം നമ്മുടെ സ്വാർത്ഥതകൾ, നമ്മുടെ പ്രതികാരങ്ങൾ, നമ്മുടെ നീതിബോധം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഈ വിധത്തിലൊക്കെയുള്ള നമ്മുടെ കുറേ കാഴ്ചപ്പാടുകൾ. നമ്മൾ കാണുന്ന ലോകം നമ്മുടെ കണ്ണിന്റെ ഫിൽറ്റർ. ആ കാഴ്ചപ്പാടിൽ നമുക്ക് ഒട്ടും മനസ്സിലാവാത്ത ഒരു നീതി, ഭഗവാന്റെ നീതി. അത് കൃപയെ ആധാരമാക്കിയിട്ട് മോക്ഷത്തിലേക്ക് കൊണ്ടുവരിക, ഈ ചക്രത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. യമന്റെ നീതി ചക്രത്തിൽ തന്നെ നമ്മളെ തുടർന്ന് ജനിപ്പിച്ചുകൊണ്ടിരിക്കും. പുണ്യം ചെയ്താൽ പുണ്യം, അതിനനുസരിച്ച് മോശമായിട്ടുള്ള ഒരു ലൈഫായിരുന്നെങ്കിൽ അതിനനുസരിച്ച് ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടില്ല യമധർമ്മത്തിൽ. ഭഗവാൻ അതല്ല നമ്മളെ. ഇവരെങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം. നമ്മളൊരു ടണലിലും കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു, വണ്ടി മാറി കയറിക്കൊണ്ടേയിരിക്കുന്നു, ടണൽ അവസാനിക്കുന്നേയില്ല. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പിട്ട് നിർത്തി കയറിപ്പോകണം. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യമന്റെ ധർമ്മത്തിൽ. പ്രകൃതിയുടെ പൊതു രീതി അതാണ്. ഭഗവാൻ അതല്ല. ഇവരെ എങ്ങനെ ടണലിന്റെ പുറത്ത് കിടക്കണം, പിന്നെ അവരെ ടണലിൽ പോകണ്ട. ഇതാണ് ഭഗവാന്റെ രീതി. അത് കൃപയിൽ അധിഷ്ഠിതമായിട്ടുള്ള രീതി. യഥാർത്ഥത്തിലുള്ള ആന്തരിക മാറ്റം ഉള്ള ഒരാൾക്ക് മാത്രമേ ഭഗവാന്റെ രീതി കിട്ടുള്ളൂ. ഇതാണ് ആചാരം കാണിച്ചു തരുന്നത്. അതിനുള്ള ട്രിഗറായിരുന്നു യമന്റെ ഈ ഭടന്മാര് വന്നിട്ട് കഴുത്തിൽ കയറിട്ട് മുറുക്കിയത്. ആ കയറിട്ട് മുറുക്കിയത് രക്ഷപ്പെട്ട് പുറത്തു പോകുമ്പോ അജാമിന് ഒരു മാറ്റവും വന്നിട്ടില്ല. എനിക്ക് ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അജാമിന് വന്ന മാറ്റമാണ് അദ്ദേഹത്തിനെ തന്റെ ജീവിതത്തെ പുനർവിചിന്തനം ചെയ്യാൻ, ഹരിദ്വാരത്തിൽ പോകാനും പശ്ചാത്തലിക്കാനും യഥാർത്ഥ മാർഗത്തിലേക്ക് വരാനും സഹായിച്ചു. അപ്പോ എത്രായിരം പ്രഭാഷണം കേട്ടാലും കുറെ പുതിയ കാര്യങ്ങൾ അറിഞ്ഞു പറഞ്ഞിട്ട് ദയവ് ചെയ്ത് വീട്ടിൽ പോയി നമസ്കരിച്ചു പറയും. അകത്തെന്തെങ്കിലും മാറ്റം വന്നോ എന്ന് നോക്കിയിട്ട് മാത്രം വിടും. അകത്ത് മാറ്റം വരുത്താത്തത് എന്ത് കേട്ടിട്ടും. വ്യാസപീഠത്തിലിരുന്ന ആചാര്യന്മാര് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് തൊണ്ടയിലെ വെള്ളം വറ്റിച്ച് പറഞ്ഞിട്ടും ധർമ്മം ഇന്നത്തെ അവസ്ഥയിൽ പോണതിന്റെ കാരണം പ്രഭാഷണങ്ങൾ പോലും വെറും എന്റർടൈൻമെന്റ് മാത്രമേ. ഭഗവാന്റെ കഥ കേൾക്കുക, കണ്ണീര് വാർക്കുക, ഭജന പാടുക, ആ എന്റർടൈൻമെന്റ്. അത് കഴിഞ്ഞു വീട്ടിൽ പോയി നാളെ നമ്മൾ ആലോചിക്കിട്ട്, ഓ എന്തായിരുന്നു ഇന്നലെ പള്ളിയത്തിന്മേലുള്ള വായനയൊക്കെ എന്ത് രസമായിരുന്നു. ഇപ്പൊ വീട്ടിൽ എന്താ പഴയ അവസ്ഥ തന്നെ, അടുക്കള ചട്ടി കാലം. അങ്ങനെ ആയിട്ടില്ല. യു ഷുഡ് ടേക്ക് ബാക്ക് സംതിങ്. ആചാര്യന്മാർ തരുന്ന ഊർജത്തെ 8ഉം 10ഉം 1000 മടങ്ങ് വേണ്ടി നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അതിൽ കേട്ട കഥയോ അതിന്റെ വിശദാംശങ്ങളോ അല്ല വേണ്ടത്. ഈ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഭയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ ജീവിതം, അതാണ് യമന്റെ വഴി. നമ്മൾ പേടിച്ചാൽ ജീവിക്കുന്നത് ഓരോ നിമിഷവും. പുറമേയൊക്കെ വലിയ സന്തോഷം കാണിച്ചാലും മനുഷ്യന് അടിസ്ഥാനമായിട്ട് ഒരൊറ്റ വികാരമുള്ളൂ. എല്ലാ പ്രഭാഷണത്തിലും ഞാൻ പറയാറുണ്ട്, മരണഭയം. അത് മറന്നിരിക്കുന്ന നേരത്തിനെയാണ് സന്തോഷം എന്ന് വിളിക്കുന്നത്. അത് മറന്നിരിക്കുന്ന സമയത്തിനാണ് സന്തോഷം. ഞാൻ നശിക്കുമോ, എന്റെ ശരീരം നശിക്കുമോ, ഈ അടിസ്ഥാന ചിന്തകൾ വേർക്കം നന്നാവോ, അവന് മാത്രമല്ല സൗഭാഗ്യം, എനിക്കെന്താ ഇല്ലാത്തത്, എന്റെ ഗതി എന്താ, അല്ലേ? ഇങ്ങനെ അനവധി വിഷമങ്ങൾ നമുക്ക് വരേണ്ട കാരണം മുതൽ ഈ ഞാൻ നശിച്ചു പോകുമോ എന്നുള്ള അടിസ്ഥാന ചിന്തകളാണ്. അപ്പൊ മരണഭയത്തിൽ നിന്നാണ് അസൂയ, കാമം, പ്രത്യുൽപാദനം, എന്താ പറയുക, കോപം, കൊലപാതകം, എന്ത് മനുഷ്യന്റെ വികാരങ്ങളാണെങ്കിലും
രൗദ്ര സ്വഭാവമുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് സ്വഭാവമുള്ള എന്ത് ആക്ടിവിറ്റിയും വരുന്നത് ഇതിനുള്ളതാണ് വരുന്നത്. ഇതിനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഭയാധിഷ്ഠിതമായിട്ടുള്ള ജീവിതത്തിന് ഭയാധിഷ്ഠിതമായിട്ടുള്ള ജീവിതത്തിന് യമന്റെ വഴിയിൽ നിന്ന് സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ശരണാഗതിക്കും സമർപ്പണത്തിലേക്കും പോകാൻ സാധിക്കുക. അത് ഗുരുവായൂരപ്പന്റെ വഴിയാണ്. ആ വഴിയിലേക്ക് പോകാൻ സാധിക്കുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ധർമ്മം, അല്ലെങ്കിൽ അതേ രക്ഷാമാർഗം. ഗുരുവായൂരപ്പ, ഇതിന്റെ മുകളിൽ വേറെ ഒരു വഴിയില്ല. നമ്മൾ സാധാരണക്കാർക്ക്, ഒരു ഗൃഹസ്ഥന് ഇതിന്റെ അപ്പുറത്തേക്ക് വേറൊരു വഴിയില്ല. ഇത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. വ്യാസത്തിൽ ഞാൻ പല പ്രഭാഷണങ്ങളും പറയാറുണ്ട്. ഞാൻ നിങ്ങളെ പോലെ പ്രാരബ്ധമുള്ളൊരു ഗൃഹസ്ഥനാണ്. ഇത് നമുക്ക് ചെയ്യാവുന്നൊരു സുഗമവും സരളവുമായിട്ടുള്ള മാർഗമാണ് കാണിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് അജാമിളന്റെ പോലെ അന്ത്യസ്മൃതി ഉണ്ടാവും എന്ന് കരുതിയിട്ടിരിക്കണ്ട. ആ നേരത്തല്ല അപ്പ ഞാൻ ഭഗവാനെ വിളിച്ചോളാം. മനസ്സിനെ ഇന്നേ പരിശീലിപ്പിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ ആ നേരത്ത് മനസ്സ് നിൽക്കില്ല. രമണമഹർഷിയുടെ വാക്കുകൾ വാക്കുകൾ. സന്യാസിയാണെങ്കിൽ പോലും ഈ കൂട്ടുന്ന് പുറത്ത് കിടക്കുന്ന സമയത്ത് ഒരു കിടിലും ഉണ്ടാവും. അത് പേടിപ്പിക്കാൻ പറഞ്ഞിട്ടല്ല, പ്രിപ്പയർഡ് ആവാൻ പറഞ്ഞു. അതുകൊണ്ടാണ് പല പ്രഭാഷണങ്ങളും ആവർത്തിച്ച് പറയാറ്. വെറുതെ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചിട്ട് കാര്യമില്ല. അതിൽ പറയണ പോലെ ആവാൻ ശ്രമിക്കണം. ആ കാട്ടുവള്ളിൽ ഇങ്ങനെ ഞെട്ടുന്നിങ്ങനെ വിട്ടുപോണത് പോലെ, ശരീരം പോണത് പോലും അറിയാണ്ട് പോകണം. എല്ലാ സ്ഥലത്തും പറയാനുള്ള ഓർമ്മയാണ്. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, മദ്യപിച്ച് ലക്ക് കെട്ടവൻ അവന്റെ ഉടുവസ്ത്രം അഴിഞ്ഞു പോണത് പോലും അറിയാണ്ട് നടന്നു പോണത് പോലെ നമ്മുടെ ശരീരം പോകണം. ഭഗവാനാകുന്ന മദ്യത്തിൽ ലഹരിയിൽ ലയിച്ചു പോണെന്നാണ് പരമഹംസർ പറഞ്ഞു. എത്ര സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അങ്ങനെ പോകാൻ സാധിക്കണമെങ്കിൽ മരിക്കാൻ പഠിക്കണം. മരിക്കാൻ പഠിക്കാനാണ് ഏറ്റവും വലിയ ആധ്യാത്മിക വിദ്യാഭ്യാസം. അതിനൊന്നും ഉപേക്ഷിക്കണ്ട. ഇപ്പോഴുള്ള ജീവിതം ഒന്നും ഉപേക്ഷിക്കണ്ട, ഒരു സമൃദ്ധി ഉപേക്ഷിക്കണ്ട, ഒന്നും ഉപേക്ഷിക്കണ്ട. നിങ്ങൾക്കുള്ള ഒക്കെ ഭഗവാന്റെ അടക്കമുള്ള ചിന്തയോടുകൂടി ജീവിച്ചാൽ മാത്രം മതി. ഈ ശരീരമടക്കം ഒന്ന് നമസ്കരിക്കുമ്പോൾ, ഒരു നാമം ജപിക്കുമ്പോൾ, ആർക്കെങ്കിലും വീട്ടിലുള്ള ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോൾ, ചായ കൊടുക്കുമ്പോൾ, എന്തിന് ശത്രുവിനെ കണ്ടാൽ പോലും ശത്രുവിന്റെ രൂപത്തിൽ ഭഗവാനാണെന്ന് കരുതി തന്നെ ശത്രുവിനോട് യുദ്ധം ചെയ്യും. അത് പഠിപ്പിച്ചത് ഭഗവാനാണ്. ഗുരുവായൂരപ്പൻ. അല്ലാണ്ട് ആന മുത്താൻ വരുമ്പോ ആന ബ്രഹ്മാണെന്ന് പറഞ്ഞാൽ അതിനെ പോയി കെട്ടിപ്പിടിക്കാൻ പറഞ്ഞില്ല, അല്ലേ? പ്രായോഗികമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സമർപ്പണ ബുദ്ധി ആവുന്ന പോലെ എല്ലാ സ്ഥലത്തും നടന്നു വരില്ല. പക്ഷെ ശ്രമിക്കാമോ? മെല്ലെ 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 നാമം ജപിക്കുമ്പോൾ മാത്രം നല്ലവരും അല്ലാത്ത സമയത്ത് കൊടുക്രൂര സ്വഭാവമായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം മെല്ലെ അടിവെച്ച് ജപ്പാൻകാര് മാനേജ്മെന്റിൽ കൈസൻ എന്ന് പറയും. കൈസൻ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ് മാനേജ്മെന്റിൽ. ഇൻക്രിമെന്റൽ സ്റ്റെപ്സ്. ഒരു കാര്യം വയ്ക്കാം, ഇന്നേക്ക് ഇത്രയും മതി, നാളെ അടുത്ത കാര്യം, അത് കഴിഞ്ഞ് അടുത്ത കാര്യം, അങ്ങനെ പടിയായിട്ട് വരുമ്പോൾ കമ്പനി മൊത്തം നന്നാവും. ഓരോരുത്തരും അങ്ങനെ ശ്രമിച്ചാൽ, നമ്മൾ ഓരോരുത്തരും അങ്ങനെ ശ്രമിച്ചാൽ ഈ സമൂഹം മുഴുവൻ മാറും. ഈ ധർമ്മം വളരും, നല്ല മക്കളുണ്ടാവും, അത് നല്ല ആചാര്യന്മാരുണ്ടാവും, അല്ലേ? ഓരോ കാലഘട്ടവും പുതിയതിന് ഫൗണ്ടേഷൻ ഇടാൻ പറ്റിയ കാലഘട്ടം. ധർമ്മം ഒരിക്കൽ നശിച്ച സമയത്ത് അന്നത്തെ ഒരു സമൂഹം വെറും പാണ്ഡിത്യ ലെവലിൽ മാത്രം നിന്നിരുന്ന ധർമ്മത്തിനെ ഉടച്ചു വാർക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്ത് ഒരു ശിശുവിന് ജന്മം കൊടുത്ത ആ കഥയിലെ നായകന്റെ സമാധി നാം കാണുന്നതാണല്ലോ കാക്കശ്ശേരി പട്ടത്. അവിടെ ഇരുന്ന നമ്മുടെ കഥ കാക്കശ്ശേരി കടന്നുപോയ ഗുഹ, അപ്രത്യക്ഷനായി പോയ ഗുഹ എന്ന സ്ഥലം, അവിടെ മണ്ഡപം. പിന്നെ അദ്ദേഹത്തിന് ആരും കണ്ടിട്ടില്ല കേരളത്തിൽ. ആപതിയും കരണീയം സ്മരണീയം ചരണീയുടെ പമ്പായാന്ന് പറഞ്ഞ് പോയ ആളാണ്. അപ്പോ അന്ത്യസ്മൃതി വളരെ പ്രധാനമാണെന്ന് എല്ലാവർക്കും അറിയാം. തിയറി അതൊക്കെ നമുക്ക് ഇതൊക്കെ നമ്മളിപ്പോ നോക്കണം. യമ്യം വിസ്മരണം ഭാവം എന്തൊക്കെയാണോ നമ്മൾ അവസാന നിമിഷം ചിന്തിക്കുന്നത്, അത് അടുത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ജലവരന്റെ കാര്യം എന്തിനാ പറയണം? ഇത് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവസാന നിമിഷം എത്ര വലിയ സാധനമാണെങ്കിലും ഭൂകാലം എത്രയോ നേരം ജലത്തിലിറങ്ങി ജനിച്ചോണ്ട് നിൽക്കുമ്പോൾ ഒരു മാൻകുട്ടി ഒഴുകി ഒന്ന് തട്ടി, അപ്പ പെറ്റിട്ട കുട്ടി
അതിനോട് സ്നേഹം തോന്നി, എടുത്തു വളർത്തി, പിന്നെ അതായി ജീവിതം. ആൺകുട്ടി അവിടെ പോയി, അയ്യോ അതിനെ വല്ലതും പിടിച്ചു നിന്നോ, ഇങ്ങനെ ആലോചിച്ച് ഒരു ദിവസം മരണം മരിക്കും. സമാധിയായി എന്ന് പറയാൻ പറ്റില്ല, മരിച്ചാൽ പോയത്, സാധാരണക്കാരനായി മരിച്ചുപോയി. അതുകൊണ്ട് എന്തായി, പിറ്റേന്ന് ജന്മം മാനായിട്ട് ജനിച്ചു. മാനായിട്ട് ജനിച്ചപ്പോൾ ഓർമ്മയുണ്ടായി, പൂർവ്വത്തിൽ ഞാൻ ഈ അബദ്ധം കാണിച്ചോളണം. അങ്ങനെ എത്രയും പെട്ടെന്ന് ആ മാനിന്റെ ജീവിതം കളഞ്ഞിട്ടാണ് പിന്നെ ആരോടും കിട്ടാത്ത ജഡഭരതരായിട്ട് ജനിക്കുന്നത്. രഘുഗുണന്റെ പല്ലൊക്കെ ചോർന്നപ്പോൾ മാത്രമാണ് ഭാഗവതം കേൾക്കുന്നവർക്ക് അറിയാം ജഡഭര. ഇതൊക്കെ ക്രമത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അന്ത്യസ്മൃതി കൊണ്ട് ഒരാൾക്ക് വരുന്ന കുഴപ്പം എന്താണെന്ന് ജഡഭരതന്റെ കഥ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും വന്നിട്ട് അന്ത്യസ്മൃതിയുടെ കഥ പറയും. ഹിരണ്യകശിപുവിന് പോലും അന്ത്യസ്മൃതി പ്രധാനം. അവസാനം 2 കൈ കൂപ്പിയൊക്കെ തൊഴുതിട്ടാണ്. അന്ത്യസ്മൃതിക്ക് അതുകൊണ്ട് വളരെയധികം പ്രാധാന്യമുണ്ട്. പക്ഷെ പറയണത്ര എളുപ്പമല്ല അന്ത്യസ്മൃതി. അജാമളന്റെ പൂർവ്വപുണ്യം കൊണ്ട് നാരായണ എന്ന മകന് പേരിടാൻ നോക്കിയത് ഗുരുവായൂരപ്പന്റെ സ്ക്രിപ്റ്റാണ്. അത് നേരത്തെ എഴുതി വെച്ചതാണ്. അവൻ അങ്ങനെ വിളിക്കും, അതിന് വേണ്ടിയിട്ട് തോന്നിപ്പിച്ചു. ആ മകന് പേരിട്ട് വെച്ചോ, എന്റെ പേരിട്ട് വെച്ചോ. ആ തോന്നിപ്പിച്ചെന്നുള്ള ഭഗവാൻ വെറുതെ പിടിച്ചില്ല, അവൻ പൂർവ്വത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്തവനാണ്. സോ എന്ത് സംഭവിച്ചാലും അതിന് നമുക്ക് അപ്പുറത്തൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പഠിക്കുന്നത്? നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സാധാരണ ദിവസത്തിൽ എന്താ പഠിക്കേണ്ടത്? പ്രത്യേകിച്ച് ആധുനിക കാലത്ത് എന്താ പഠിക്കേണ്ടത്? തിരിഞ്ഞു നടക്കാൻ ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല. മാറ്റം വരുത്താൻ ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല. എത്ര വലിയ വീഴ്ച നമ്മൾ വീണിട്ടുണ്ടെങ്കിൽ, എത്ര വലിയ തെറ്റുകൾ നമ്മുടെ പറ്റിയിട്ടുണ്ടെങ്കിൽ, അജാമളനെ പോലെ ഭഗവാൻ വൈകുണ്ഠവാതിൽ തുറന്നു പിടിച്ച് നിൽക്കണം. വാ ഇങ്ങോട്ട് കയറി വാ, അവിടെ തുറന്നു നിൽക്കണമെന്ന് പറഞ്ഞ അവിടെ വിവാഹമുണ്ട്. അത് ചെയ്യാൻ ഉള്ള മനസ്സുണ്ടായ മാത്രം. ഭഗവാന്റെ കൃപയുടെ ഒരു കണിക കിട്ടിക്കഴിഞ്ഞാൽ ജന്മജന്മങ്ങളുടെ പാപം മുഴുവൻ പോകും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഉറപ്പിൽ നിന്നുകൊണ്ട് ആ തിരിഞ്ഞു നടത്തം തുടങ്ങുക. അല്ലെങ്കിൽ ആ മാറ്റം വരിക. അതിൽ ശുഭമുഹൂർത്തമൊന്നുമില്ല, ഇന്ന മന്ത്രമൊന്നുമില്ല. ഇപ്പോ ഈ നിമിഷം നിങ്ങൾ ഗുരുവായൂരപ്പനെ കള്ളാന്ന് ജനിച്ചാൽ പോലും സാക്ഷാത്കാരം കണ്ണെന്ന് പോലും പറയണം. കള്ളാന്ന് വിളിച്ചാലും സാക്ഷാത്കാരം. വഞ്ചകന്മാരും കള്ളന്മാരും കള്ളനും അദ്ദേഹം തന്നെയാണെന്ന് ശ്രീരുദ്രൻ പറയുന്നത്. ബ്രഹ്മം തന്നെ. പിന്നെന്താ? ഭാവം കറക്റ്റായാണ്. വിളിക്കണതോ ഇടുന്ന ഭാഗ്യചിഹ്നങ്ങളിലോ വസ്ത്രങ്ങളിലോ ഒന്നുമല്ല ആധ്യാത്മികം. ജീൻസും ടീഷർട്ടും ഇട്ടിട്ട് മെഴ്സറീസിൽ ഡ്രൈവ് ചെയ്ത് നടക്കണം. മുരുകന്റെ ദർശനം ഇടക്കിടയ്ക്ക് കിട്ടുന്ന ഒരു മഹാത്മാവിനെ കാണാൻ ഭാഗ്യമുണ്ടായിരുന്നു. ഈ നാട്ടിൽ ജനിച്ച ആളുകളുണ്ട്. മുരുകൻ പ്രത്യക്ഷം കൊടുക്കുന്നുണ്ട്. എന്റെ ചെറുപ്പത്തിൽ എന്റെ ചില വിദ്യാധാരണങ്ങളൊക്കെ തകർന്ന ഒരനുഭവം. എന്റെ വിദ്യാധാരണകൾ ഒരുപാട് തകർത്ത ഒരു മിറ്റാണ് എൻ്റെ ഡിഗ്രി. ഒരു ഡിഗ്രി ഫൈനൽ ഇയർ ഡിഗ്രി കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വന്ന് ഇരിക്കുകയും ജപിക്കുകയും ചെയ്ത് എൻ്റെ പെറ്റമ്മയാണ് നടത്തിയിരിക്കുന്നത്. ആ അമ്മ പഠിപ്പിച്ചു വന്ന അനവധി കാര്യങ്ങളും. എന്താണ് ആധ്യാത്മികതയിലെ ഏറ്റവും വലിയ അപകടം? അഹങ്കാരമാണ് എന്ന് ഞാൻ പഠിക്കണം. ഈ വിറ്റതെന്നാണ്. അത് ശരീരത്തിൽ ബാധാവിഷ്ടയായിട്ടൊരു സ്ത്രീയുടെ വാക്കിലൂടെ ആണ് കേൾക്കണത്. ഞാനായിപ്പോൾ ഈ ശർക്കരപ്പര വെക്കുന്നതിൻ്റെ അടുത്ത് ആ കുടിവെള്ളത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ അവിടെ നിൽക്കുക. അപ്പം ഇതൊക്കെ എത്ര ക്ഷേത്ര ദർശനം നടത്തിയാലും നമ്മളാ തിരിഞ്ഞു നടക്കൽ തുടങ്ങിയിരിക്കും. ആ മാറ്റം വരുന്നത് നമ്മൾ തീരുമാനിച്ചിട്ട് തിരിഞ്ഞില്ലെങ്കിൽ ഈ പറയുന്നത് കേൾക്കുന്നത് നടത്തുന്നതൊക്കെ വെറുതെ ചടങ്ങ് നടത്താൻ ഊണ് കഴിക്കാൻ പോവുക, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ എന്ത് മാറ്റം വന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യം. ആ മാറ്റം വരാത്തിടത്തോളം കാലം നിങ്ങൾ സപ്താഹത്തിൽ പങ്ക് കൊണ്ടിട്ടില്ല. മരിക്കാൻ വെറും 7 ദിവസം ഉള്ളപ്പോൾ മാറാൻ വേണ്ടിയിട്ട് ഒരാൾ ഇന്ന് കേട്ട കഥയായിരുന്നു പരീക്ഷിത്ത്. അതാണ് ഇതിന്റെ ധർമ്മം. ഈ ഭാഗവത സപ്താഹ ധർമ്മം. അപ്പൊ അത് കേൾക്കണം. 2, നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ നാമം വെറുതെ ജപിക്കുന്നത് പോലും ഫലവത്താണ് എന്ന് കാണിച്ചു തരുന്ന കഥയാണ് അജാമളന്റെ കഥ.
അങ്ങനെയാണെങ്കിൽ ബോധത്തോട് കൂടിയിട്ട് റെഗുലറായിട്ട് ഇരുന്നിട്ട് ജപിച്ചു കഴിഞ്ഞാൽ, ചിട്ടയായിട്ട് ജപിച്ചാൽ പറയാനുണ്ടോ? ആ ചിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയമില്ല, ശരിയാണ്. നിങ്ങൾ 108 1008 ഒന്നും ചെല്ലണം. എന്തൊരു നിഷ്ഠയും കണക്കുമാണ്. 3 ചെല്ലിക്കൂടെ ഒരു ദിവസം, 3 പല്ലേക്കാൻ പോകില്ല, രാവിലെ മുടക്കണില്ലല്ലോ. 3 ക്വാണ്ടിറ്റി അല്ല പ്രധാനം, എണ്ണ അല്ല പ്രധാനം, ക്വാളിറ്റിയാണ്. എന്തിനാ ആചാര്യന്മാര് പുരസ്കരണത്തിന് ഇത്ര എണ്ണം 1 ലക്ഷം ജപിക്കണം, 10 ലക്ഷം ജപിക്കണം എന്ന് വെച്ചിരിക്കുന്നതിന് ഒരു കാരണം വെച്ചാൽ, അങ്ങനെ 10 ലക്ഷം ജപിക്കുമ്പോഴായിരിക്കും ഒരു പ്രാവശ്യമെങ്കിലും അത് ചെല്ലേണ്ട രീതിയിൽ ചെല്ലുന്നത്. ആ 1 കിട്ടാനും ഇത്രയും ചെല്ലിക്കുന്നത്, അത് ചെല്ലാൻ കിട്ടി. പഞ്ചാക്ഷരമാണ് ചെല്ലേണ്ട രീതി. ഇത്ര ശ്വാസകാലത്തിൽ ഒറ്റ പ്രാവശ്യം ചെല്ലാൻ കിട്ടേണ്ടത് മുഴുവൻ കിട്ടണ മന്ത്രമാണ് നമഃശിവായ. അഷ്ടാക്ഷരം അങ്ങനെ തന്നെ. നമ്മളത് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഞാൻ പല സ്ഥലത്തും അനുകരിച്ച് കാണിക്കാൻ പറ്റി, പക്ഷേ മാത്രമേ കേൾക്കുള്ളൂ. എന്താ പറയണമെന്ന് പോലെ ഭഗവാൻ പറയുന്നത് നമുക്ക് പറയുക. അതിനിടയ്ക്ക് വേറെ 10 കാര്യങ്ങളുണ്ടോ. അപ്പോൾ അങ്ങനെ ചെല്ലിയിട്ട് കാര്യമില്ല. ജപം ഇരുന്ന് ജപിക്കുക, അതിനൊരു നേരം കണ്ടെത്തുക തന്നെ വേണം. അത് ഇരുന്ന് ജപിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്ന് പോവാ, ചക്രം പടിഞ്ഞിരിക്കുക, 3 ചെയ്യുക, എണീച്ചോടും ജോലിക്ക് പോകൂ. ഞാൻ യാത്രയുടെ ജപിക്കാന്ന് പറയും, അത് ഇതിൽ കൂട്ടില്ല. അത് വേറെ. ഇരുന്നുള്ള ജപത്തിന് ഒരു പ്രാധാന്യമുണ്ട്. നമ്മൾ ഒരു വ്യക്തിക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തും. ഭഗവാൻ നമ്മുടെ ആത്മാവാണ്. നമ്മൾ അതിന് സമയം കൊടുക്കാണ്ട് വേറെ എന്തിനു സമയം കൊടുത്തിട്ട് എന്ത് കാര്യം? അങ്ങനെ സമയം കൊടുക്കാത്ത ഒരുത്തരായിരുന്നു അജാമർ. അവന് പോലും ഒരു അവസരം ഭഗവാൻ തന്നു. നമുക്ക് എത്രയോ അവസരങ്ങൾ വെച്ച് തരുന്നു, നമ്മളത് ഉപയോഗിക്കില്ല. അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിന്റെ ചിട്ടയിലും താളത്തിലും ദിവ്യനാമം ജപിക്കുന്നത് ശീലമാക്കുക. നാമം കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ ഉറങ്ങി നല്ല സുഖമായിട്ട് ഉറങ്ങിയാൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇങ്ങനെ വീണ്ടും തുടങ്ങും. സ്വപ്നം കാണാൻ ഉറങ്ങിയില്ലെങ്കിൽ ഉറപ്പാണ് മനസ്സുറങ്ങിയിട്ടുണ്ട്. മനസ്സുറങ്ങിയാലേ സ്വപ്നം കാണാതിരിക്കുന്നു, ഇല്ലെങ്കിൽ സ്വപ്നം കണ്ടോണ്ടേ. മനസ്സിൽ റെസ്റ്റ് കിട്ടിയ സുഷുപ്തി ഉണ്ടാവും. പക്ഷെ എന്നിട്ടും രാവിലെ ഉണർന്നുള്ളൊരു ജപം വരുന്നെങ്കിൽ ഉറപ്പിക്കാം, ആത്മാവിന് മന്ത്രം കിട്ടിക്കഴിഞ്ഞാൽ ജപം അകത്ത് നടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളിക്ക് നോക്കിയ ഒരാളകത്തിരുന്നത് ഇതിങ്ങനെ ജപിച്ചോണ്ടിരിക്കണേ. ഹൃദി അയം, അവൻ ഇരിക്കണ സ്ഥലത്തിരുന്ന് അവൻ ജപിക്കുന്നുണ്ട്. അവൻ തന്നെ അവന് വേണ്ടി ജപിച്ചുകൊണ്ടിരിക്കുക. ഭഗവാൻ നമുക്ക് വേണ്ടി ജപിക്കണം, അവിടെ ഉണർന്നിരിക്കുന്നത്. അതാണ് ശരിയായ ശ്രീകോവിൽ, അതാണ് പ്രതിഷ്ഠ, അതാണ് ജപം. അകത്ത് കിട്ടണം. അകത്ത് കിട്ടാണ്ട് ഒന്നും പുറത്തു കിട്ടില്ല. ഭാഗവത് പല ഭാഗത്തും കാണിച്ച് 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 പല സ്ഥലത്തും ഞാൻ പറയാറുണ്ട്, ധ്രുവനാദ്യം അകത്താ കാണും. 4 കൈയുള്ള ഒരാൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, അന്ന് ശിവകാശിക്ക് വരുന്ന കലണ്ടറോ ഫോട്ടോയോ വാട്സപ്പോ പിൻട്രസ്റ്റോ ഗൂഗിളോ ഒന്നുമില്ല. അവിടെ വിഷ്ണുവിനെ കണ്ടാൽ ഇങ്ങനെ ഇരിക്കുന്ന അറിയില്ല. ആലോചിച്ചു നോക്കണം. നമുക്കിന്ന് സങ്കല്പിക്കാൻ പറ്റും. ഇന്ന് നമുക്ക് ഗുരുവായൂരപ്പൻ പറഞ്ഞ ഒരു ചിത്രം തലയിൽ വരും, ചോറ്റാനിക്കരമ്മ എന്ന് പറഞ്ഞ ഒരു ചിത്രം തലയിൽ വരും. നമുക്ക് വല്ല ഉറപ്പുണ്ട് അവരിങ്ങനെ ഇരിക്കണം. ആരോ പണ്ട് ഇങ്ങനെ വരച്ചു, ഇതാണ് രൂപം എന്ന് പറഞ്ഞു, ഇതാണ് ധ്യാനം എന്ന് പറഞ്ഞു. എന്ത് രൂപത്തിൽ നമ്മളവരെ കൊടുക്കിയിട്ടു ഒരു ഐഡിയ ഇല്ല. ധ്രുവനപ്പ എങ്ങനെയായിരിക്കും സങ്കല്പിച്ചത്? ദ്വാദശാക്ഷര മന്ത്രത്തിന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടുള്ള വിദ്യുച്ഛന്ദ്രൻ ഇവം ബബു എന്ന് പറഞ്ഞ ധ്യാനമായിരിക്കുമോ ചെയ്യുന്നത്? ആവാം. പക്ഷെ അപ്പോഴും ഭഗവാനെ എക്സാക്ട്ലി അദ്ദേഹം കണ്ടിട്ടില്ല. ആ കുട്ടിയുടെ ഉള്ളിൽ ഒരാളെ അകത്താ കാണുന്നു. അകത്തുനിന്ന് വിളിക്കുന്നു, ധ്രുവാന്ന് വിളിക്കുന്നു. കണ്ണു തുറക്കണില്ല, വീണ്ടും വിളിക്കുന്നു ധ്രുവാന്ന്. അപ്പൊ പുറത്തുനിന്ന് വിളി വരുന്നു. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അകത്ത് കണ്ടാളിതാ പുറത്ത് കാണുന്നു. അകത്ത് കണ്ടാലേ പുറത്ത് കാണുന്നു. അല്ലാണ്ട് പുറത്ത് അദ്ദേഹം ഒരു ഫ്ലൈറ്റ് പിടിച്ചിട്ട് വരുന്നു വിചാരിക്കും. അതുകൊണ്ട് നാമം സദാ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നാമം ഒരു ദിവസം രൂപമെടുക്കും. അപ്പോഴാണ് ദർശനം ഉണ്ടാകുന്നത്, സാക്ഷാത്കാരം ഉണ്ടാകുന്നത്. മാത്രമല്ല, ഇതിൽ വേറെ രസമായിട്ടൊരു കാര്യം പറയാം. മക്കൾക്കൊക്കെ പേരിടുമ്പോൾ ബുദ്ധിപൂർവ്വം പേരിടുക. അജാനകന്റെ കഥയിൽ നമ്മൾ പഠിക്കേണ്ട വേറൊരു കാര്യമാണ്. ആശാവാശമുള്ള എന്തിനേയും ഈശ്വരങ്കിലേക്ക് തിരിച്ചുവിടാനുള്ള മാർഗ്ഗമായിരുന്നു പണ്ടത്തെ കാലത്ത് ഈശ്വരനാമങ്ങൾ മക്കൾക്കിടുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈശ്വരനാമങ്ങൾ മക്കൾക്കിട്ടിരുന്നത്. കാരണം ഈ ഭൂമിയിൽ നമ്മളെ കെട്ടിയിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കുടുംബവും മക്കളും ഒക്കെ അല്ലേ. അപ്പൊ നാരായണനോ നാരായണേട്ടാന്നോ നാരായണ അച്ഛ നാരായണ അച്ഛ നാരായണ ബാവ
എന്ത് വിളിച്ചാലും അല്ലേ നാരായണി അമ്മൂമ്മേ, നാരായണി അമ്മേ എന്ന് അവിടെ നമ്മളാ നാമം അവിടെ കിടപ്പുണ്ട്. ഇന്നങ്ങനെ ടുണ്ടു അല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞ ഖരാക്ഷരങ്ങളുള്ള നാമങ്ങളിലല്ലേ നമ്മൾ വ്യാപരിക്കുന്നത്. എൻ്റെ ഒരു ചെറിയമ്മയുണ്ട്, അവരുടെ ഹോബി വിചിത്രമായിട്ടുള്ള പേരുകൾ പുസ്തകത്തിൽ എഴുതിയിരിക്കാവുന്നതാണ്. അങ്ങനെ ചെറിയമ്മയ്ക്ക് ഏകദേശം 80 വയസ്സിൻ്റെ അടുത്തായി. ചെറിയമ്മയുടെ കയ്യിൽ ഒരു വലിയ കളക്ഷൻ ജീവിച്ചിരി ചത്തും അത് വായിച്ചു കഴിഞ്ഞാൽ അത് എത്ര വർഷങ്ങളായിട്ട് അവർ വിദേശത്തിരുന്നോ ഡൽഹിയിൽ അങ്ങനെ പല സ്ഥലങ്ങളിൽ അവർ ഇരുന്നിട്ടുണ്ട്. അപ്പൊ എല്ലായിടത്തും കേട്ടാൽ ചിരി വരുന്ന യാതൊരു അർത്ഥം കേട്ട പേരുകൾ. ഇപ്പൊ ഈ അടുത്ത് ഞാൻ ചെറിയമ്മ കണ്ടപ്പോൾ ചെറിയമ്മ കളക്ഷന് പുതിയ പേര് കിട്ടി വെച്ചപ്പോ മോനെ കഴിഞ്ഞ 10 കൊല്ലമായിട്ടാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ കുട്ടികൾക്ക് കിട്ടുന്ന പേരുകളാണ് അത്ര ഏറ്റവും കൂടുതൽ കേട്ടാൽ ചിരി വരുന്ന യാതൊരു അർത്ഥമില്ലാത്ത പേരുകൾ. അപ്പോ അറിഞ്ഞു പേരിട്ടിരുന്നതിന്റെ കാരണം അതാണ്. ഭഗവാനുമായിട്ട് എന്തിനേയും ബന്ധിപ്പിക്കാനുള്ള നിരന്തര സ്മരണ, അതിനുള്ള ഉപകരണങ്ങളാണ് ഈ പേരിടലൊക്കെ. എന്തും ഭഗവാന് സമർപ്പിച്ച്, എന്തും ഭഗവാന്റെ നാമത്തിൽ അഭിസംബോധന ചെയ്ത്, എന്തും ഭഗവാനെ സ്മരിച്ച്, എന്തും നല്ലതും ചീത്തയും. ആദ്യകാലത്ത് ചീത്ത മാത്രം കൊടുക്കാൻ പാടുള്ളൊന്നുമില്ല, ബ്രഹ്മാണ്. ബ്രഹ്മത്തിൽ ചീത്തയും നല്ലതൊന്നുമില്ല. അതൊക്കെ നമ്മുടെ കാഴ്ചപ്പാട് ബ്രഹ്മത്തിനും അനുസരിച്ചിട്ടാണ്. കൊടുത്ത് മുമ്പ് കുറെ കഴിയുമ്പോൾ തെറ്റ് ചെയ്യാൻ സാധിക്കാതെ അതിനുള്ള അന്തരീക്ഷം തന്നെ വരില്ല. നമ്മൾ കഴഞ്ഞു പരിശ്രമിച്ചാൽ പോലും നടക്കില്ല. അനുഭവത്തിനെയാണ് വികൃതി കാണിക്കാൻ നമ്മൾ നോക്കിയാൽ ഭഗവാൻ എടുത്തിട്ട് അടിക്കുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നമ്മളെ വലിച്ചു ദൂരെ കളയുക. അത് കാണാൻ തന്നെ രസം, അത് അനുഭവിക്കാൻ വേണ്ടി. ഒരു ബയോളജി മാഷുണ്ടായിരുന്നു ഞങ്ങൾക്ക് പണ്ട്. അങ്ങനെ തല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കുഴപ്പമുണ്ടാക്കും ക്ലാസ്സിൽ. കാരണം അദ്ദേഹത്തിനോട് ഭയങ്കര സ്നേഹമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അടി വാങ്ങുക, അതിനു വേണ്ടിയിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. ആ രീതിയിൽ ഭഗവാൻ ഉപാസിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ഇപ്പൊ ശൈവ നായനാർമാരെ പലരുടെയും കഥകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഭഗവാന്റെ അടി കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ഭഗവാന്റെ അടി കിട്ടി സാക്ഷാത്കാരം കിട്ടാൻ വേണ്ടി നോക്കിയവരെ ഭാഗവതത്തിലുള്ളതെല്ലാം കാണാം. ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, രാവണൻ, ശിശുപാലൻ, ദന്തവക്രൻ, ഇവരൊക്കെ ഭഗവാനോട് സ്നേഹമില്ലാത്തവരല്ല. ഇവരൊക്കെ ഭഗവാനോട് ഏറ്റവും ചേർക്കുന്ന ആൾക്കാർ അല്ലെ. ഒരേ 2 ശക്തികളാണല്ലോ 3 ജന്മങ്ങൾ എടുത്തു എന്ന് പറയുന്നത്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അപ്പൊ ഏറ്റവും വിരുദ്ധമായിട്ടുള്ള ഭാവങ്ങളിൽ പോലും ഭഗവാനെ സ്മരിക്കാനുള്ള അവസരവും അന്തരീക്ഷവും ഉണ്ടാക്കിയെടുത്തു. വൈരത്തിൽ പോലും അവർ ഭഗവാനെ ഉണ്ടാക്കിയെടുത്തു. അജാമിളന് കിട്ടിയല്ല, മകന്റെ പേരിന്റെ രൂപത്തിലായിരുന്നു ആ ഭാവം വന്നത് മാത്രം. പിന്നെ കുറ്റബോധം, ഇത് വലിയൊരു വിഷയമാണ് ഒരാൾക്ക്. കുറ്റബോധം. ഇപ്പൊ നമ്മളിവിടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പൊ എനിക്കറിയാം കുറേ പേരുടെ തരുടെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ പലതും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇയാൾ 1 മണിക്ക് നിർത്തില്ലേ? അതായിരിക്കും ഒന്നാമത്തെ ചോദ്യം. ഇന്നത്തെ സദ്യക്ക് എന്തായിരിക്കും ചിലർ ചിന്തിക്കുന്നുണ്ടാവും. ചിലർക്ക് ഇവിടുന്ന് പോകേണ്ട ബസ്സിനെ കുറിച്ചായിരിക്കും. ചിലർ ഇതൊന്നും ആയിരിക്കില്ല. ഇങ്ങനെയൊന്നും അല്ലല്ലോ അജാമിളന്റെ കഥ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഇതൊന്നും അല്ലാണ്ട് ഈശ്വര ഞാനൊക്കെ ചെയ്ത പാപങ്ങളൊക്കെ എവിടെ കൊണ്ടേ വെക്കും എന്ന് ആലോചിക്കുന്ന വേറൊരു. ഇങ്ങനെ പല 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 ചിന്തകൾ ഉണ്ടാകുമ്പോൾ കുഴപ്പമുണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഈ കിട്ടുന്ന സാധനങ്ങൾ ഇത് അകത്തേക്ക് പൂർണ്ണമായിട്ട് കയറാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുന്ന് പകുതി കിട്ടി കുറെ നമ്മളോട് കുഴച്ച് ഒരു അവിയൽ പരുവത്തിൽ ഈ ഓഡിറ്റോറിയത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി കുറ്റബോധം കൂടും. അതുകൊണ്ട് മനസ്സ് തുറന്നു വെച്ച് കുറ്റബോധത്തിന് ഒരാവശ്യമില്ല. ഭഗവത് കൃപ മറികടക്കാത്ത ഒരു കുറ്റബോധവും ഈ പ്രപഞ്ചത്തിലില്ല. ഒരിക്കലും കുറ്റബോധത്തിൽ പെടരുത്. അതുകൊണ്ടാണ് അർജുനന്റെ അടുത്ത് ഭഗവാൻ സൂചന കൊടുക്കുന്നത്. 10 പ്രാവശ്യം ആലോചിച്ചോ, എന്നിട്ട് ചെയ്തിട്ട് പിന്നീട് പശ്ചാത്തപിച്ച് ഉരുകാനടവരുത്. 10 പ്രാവശ്യം ചെയ്യുക. ധർമ്മത്തിന് നിരക്കണയാണ്. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വധർമ്മം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്താ സ്വധർമ്മം? ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും അടുത്ത ചുവട് ഞാൻ എന്താ വെക്കേണ്ടത്? പ്രകൃതിക്ക് വിരുദ്ധമല്ലാത്ത രീതി. ഇത് മാത്രം ചിന്തിച്ചാൽ ഇതാണ് ധർമ്മം. കാരണം ധർമ്മം പ്രകൃതിയുടെ, ഭഗവാൻ അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള പ്രകൃതിയുടെ താളത്തിനെ ബാധിക്കാത്ത രീതിയിൽ എന്ത് ചെയ്താലും അത് ധർമ്മമാണ്. അത് ചെയ്യാണ്ട് ഇരുന്നാൽ അധർമ്മമാണ്.
വിരുദ്ധമായി ചെയ്താൽ അധർമ്മം. അപ്പൊ യഥാർത്ഥ ധർമ്മത്തെ ഭഗവാന്റെ നാമസ്മരണം കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഉദിപ്പിച്ചു തരും. ഭഗവാൻ നോക്കുന്നത് സത്യസന്ധതയാണ്, സമർപ്പണമാണ്. അല്ലാണ്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, നിങ്ങൾ ഏത് അമ്പലത്തിന് എന്ത് പരിപാടി കൊടുത്തിട്ടുണ്ട്, എത്ര സപ്താഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, എത്ര എന്താ പറയുക ആൾക്കാരെ നാരായണീയം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര പ്രാവശ്യം വിശ്വാസനാമം ജയിച്ചിട്ടുണ്ട്, ഒന്നും ഭഗവാൻ നോക്കുന്നു. ആ ചെയ്ത സമയത്ത് നിങ്ങളുടെ മനസ്സെങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ സത്സംഗത്തിൽ ഇരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയിരുന്നു കേട്ടു. ശ്രവണം കൊണ്ട് മുക്തി കിട്ടുക എന്ന് പറയും. അത് കിട്ടണമെങ്കിലുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞു. സമർപ്പണ ബുദ്ധിയ കേൾക്കണം, തുറന്നു വെച്ച് കേൾക്കണം, കഴുകി വൃത്തിയാക്കിയ പാത്രം പോലെ മനസ്സ് വെച്ച് കേൾക്കണം. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റിൽ ഇന്ന് രാവിലെ ആരും കഴുകാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ലല്ലോ. മനസ്സ് മാത്രം അങ്ങനെ വെക്കണം. ഇന്നലെ ഇന്ന ആൾ ഇന്നലെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കില്ല പറഞ്ഞത്. അതവിടെ ഇരിക്കട്ടെ, അതിന് മാറ്റിയ തോന്നുന്നു. ഇപ്പൊ കേൾക്കേണ്ടത് കേൾക്കാം. അതിനുശേഷം പശു പോയിട്ട് ചവയ്ക്കണമാരി ഇന്ന് ചവയ്ക്കുക രണ്ടും കൂടെ. അങ്ങനെയാണ് ചിന്തിക്കുന്നത്. മനനം, ശ്രവണം കഴിഞ്ഞ് ശ്രവിക്കുമ്പോൾ ശ്രവിക്കുക മാത്രം. മനനത്തിൽ വേണം ഇതൊക്കെ കൂട്ടി നോക്കി. അതിനുശേഷം അതിനെ അങ്ങോട്ട് സ്വാംശീകരിക്കണം. ഭഗവാൻ ആ സ്വാംശീകരണത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. സ്വാംശീകരിച്ച ഭഗവാനെ കിട്ടി. യമദൂതന്മാരും വിഷ്ണുദൂതന്മാരും തമ്മിലുള്ള സംഭാഷണം അജാമം കേൾക്കുന്നു. വാസ്തവത്തിൽ അവരുടെ സത്സംഗം, ഒരു സത്സംഗം മരണക്കിടക്കെ കിടന്ന് തന്നെ കൊണ്ടുപോകാൻ വന്നവരും കൊണ്ടുപോകണ്ടെന്ന് പറയാൻ വന്നവരും തമ്മിലുള്ള സംഭാഷണം അജാമിളന് സത്സംഗമായിട്ട് മാറുക. അതിന്ന് അജാമിളൻ കേട്ട് മാത്രം വിട്ടിരുന്നെങ്കിലോ? ആലോചിച്ചു. രണ്ടു കൂട്ടരും ഇട്ടിട്ട് പോയി. വിഷ്ണുദൂതന്മാരും ഇട്ടിട്ട് പോയി. അവിടെ കിടക്കുക. അപ്പോഴും ഇങ്ങനെ കിടക്കുക. അപ്പൊ ആലോചിക്കുകയാണ്, കഴിഞ്ഞുപോയ ജീവിതം, നഷ്ടപ്പെടുത്തിയ സമയം ആലോചിച്ച് വിഷമിക്കുക. എന്നാ വിഷമിച്ച് ആത്മഹത്യ ചെയ്യാൻ പോകുക, വേറെ പലരും ചെയ്യില്ല. എനിക്കൊരു അവസരം ഈശ്വരൻ തന്നിരിക്കണമെന്ന് മനസ്സിലാക്കി അതിനെ ആഗിരണം ചെയ്തു. അത് ആഗിരണം ചെയ്യാൻ പറ്റണം. യഥാർത്ഥത്തിലുള്ള പശ്ചാത്താപം, യഥാർത്ഥത്തിലുള്ള സമർപ്പണം, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിനെ മാറ്റി നിർത്തും. ഒരു ജാതക പരിഹാരത്തിനോ ഒരു ജ്യോതിഷ പരിഹാരത്തിനോ ഒരു വഴിപാടിനോ സാധിക്കാത്തത് സമർപ്പണത്തിനും ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്ന മനസ്സിനും സാധിക്കും. അങ്ങനെ നാമം ജപിക്കുമ്പോൾ പിന്നെ പറഞ്ഞില്ല, അറിയാണ്ട നാമം ജപിച്ചപ്പോൾ മരണം ഒഴിവായി കിട്ടി. അപ്പോൾ ഈ പറയുന്ന യഥാർത്ഥ പശ്ചാത്താപത്തോടും യഥാർത്ഥ സമർപ്പണത്തോടും കൂടിയിട്ട് അജാമിളൻ നാമം ജപിക്കുകയും തപശ്ചര്യകൾ അനുഷ്ഠിക്കുകയും ചെയ്തപ്പോൾ വൈകുണ്ഠം കിട്ടി. അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. അത് ലോകത്തിന്റെ രീതിയിൽ കർമ്മമാണ്. അത് അങ്ങനെയാണ് പറയുന്നത്. പിന്നെ അഞ്ചാമത്തെ കാര്യം, കൂട്ടുകെട്ടുകൾ പ്രധാനമാണ്. ആരാണോ നമ്മുടെ കൂടെ ഉള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലും നമ്മൾ മരിക്കുന്ന നേരത്തിൽ നമ്മുടെ ചുറ്റിലും ആരാണോ ഉള്ളത്, അവരാണ് നമ്മുടെ അനന്തരഗതി നിശ്ചയിക്കുക. ഒരു വലിയ പരിധിയാണ്. കാരണം നമ്മൾ ജപിച്ചുകൊണ്ട് ഭഗവാനെ വികാരപ്പ എന്നോട്ട് ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴും അപ്പുറത്തിരുന്ന ഒരാൾ ഒന്നാലും നാട്ടിൽ നല്ല ഗതികളുണ്ടല്ലോ, അതുപോലെ വൈക്കുകയാണല്ലോ എന്ന് പറഞ്ഞ കാര്യമായിട്ടിരുന്ന് കഴിഞ്ഞാൽ എവിടെയോ മനസ്സ് വളരെ നേരത്തെ പ്രാണം പോണെങ്കിൽ കഴിഞ്ഞു. അതുകൊണ്ടാണ് പണ്ട് മരിക്കുന്ന സ്ഥലങ്ങളിൽ ഭാഗവതം, സഹസ്രനാമം, രാമായണം എന്നൊക്കെ വായിച്ചുകൊണ്ടിരുന്ന ആരോ ചോദിച്ചിരിക്കുന്നുണ്ട്, പെരയുള്ള വീട്ടിൽ ഭാഗവതം വായിക്കാൻ പാടും. ഭാഗവതവും രാമായണവും ഒക്കെ അങ്ങനെയുള്ള സ്ഥലത്താണ് വായിക്കേണ്ടത്. ഏറ്റവും വലിയ അശുദ്ധി മരണഭയം. പുലാന്ന് പറഞ്ഞ മരണഭയം. ഒരാളുടെ മരണം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭയം പോകാൻ എടുക്കണ ദിവസങ്ങളാണ് കൊലക്കണക്ക്. അതിലുള്ളവരാണെന്ന് ഭഗവാൻ തന്നെ വൃത്തിയായി പറഞ്ഞിട്ട് മറ്റാരും ശാസ്ത്രങ്ങൾ പറഞ്ഞു. അത് ജാതികൾക്കനുസരിച്ച് വ്യത്യാസം വരാൻ കാരണം പണ്ടത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടാണ് ഈ ഭയം പോകാനുള്ളൊരു ധാരണ ഉണ്ടായിരുന്നത്. വാസ്തവത്തിൽ അങ്ങനെ ഒന്നുമില്ല. മനുഷ്യന്റെ മനസ്സിന്റെ സംസ്കാരം അനുസരിച്ചിട്ടാണ് മരണഭയം പോകും. ചിലവർക്ക് വർഷങ്ങൾ കഴിഞ്ഞാലും മരണഭയം പോകില്ല. ഒരു മരണം വീട്ടിലുണ്ടാക്കിയിട്ട് അനുഭവം അവരുടെ വില അവസാനിക്കണേ ഇല്ല. നിരന്തര വിലയാണ്. മനസ്സിലായി? അപ്പൊ ഇവിടെ വിഷ്ണുദൂതന്മാരെയാണ് അവസാന നിമിഷം അദ്ദേഹത്തിന് കൂട്ടുകിട്ടിയത്. യമദൂതന്മാർ വന്ന് വലിക്കണ സമയത്ത് സത്സംഗം കിട്ടിയത് വിഷ്ണുദൂതന്മാരുടെ കയ്യിൽ നിന്നാണ്. അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ഭഗവാന്റെ സ്മരണ നമ്മളിൽ ഉണർത്തി തരുന്നത് ആരാണെങ്കിലും
അത് സത്സംഗം ചെയ്യുന്നവരാണെന്നുള്ള ബോധ്യത്തോടു കൂടി അതിന് കാഷായം ധരിക്കേണ്ട, ഭസ്മം തൊടേണ്ട, രുദ്രാക്ഷം തൊടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ കാശിയിൽ ചെല്ലുമ്പോൾ, കാശിയിൽ പോയിട്ടുള്ളവർക്കറിയാം, നമ്മൾ പല വിധത്തിലും ആധ്യാത്മിക വേഷം ധരിച്ച അനവധി ആൾക്കാരെ കാണും. യഥാർത്ഥത്തിൽ വിശ്വനാഥൻ അല്ലെങ്കിൽ നാരായണൻ അവിടെ നടക്കുന്നത് സന്യാസിമാരുടെ വേഷത്തിലല്ല. തൂപ്പുകാരുടെ, മുനിസിപ്പാലിറ്റി ക്ലീനർമാർ, അമ്പലം വൃത്തിയാക്കുന്ന ആൾക്കാർ, കച്ചവടക്കാർ, പാല് കൊണ്ടുപോകുന്നവർ, ഇവരോടൊക്കെ പോയിട്ട് സംസാരിച്ചു നോക്കിയാൽ കാശി എന്ന് പറയുന്ന ഒരു നഗരം ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ആധ്യാത്മിക ഉന്നതിയും ജീവിത വീക്ഷണവും എന്താണെന്ന് മനസ്സിലാവും. കാരണം അവർ ഗൃഹസ്ഥരാണ്. ഒരു ഗൃഹസ്ഥന്റെ മനസ്സ് എങ്ങനെ സംസ്കരിക്കപ്പെടണം എന്നറിയണമെങ്കിൽ ഗൃഹസ്ഥന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കണം. അവരിൽ കൂടെ ഭഗവാൻ സംസാരിക്കണം നമുക്ക് മനസ്സിലാവും. അതും സത്സംഗം. ശരിക്കും അതാണ് ശരിയായ സത്സംഗം. അതുകൊണ്ടാണ് വ്യാസമഹർഷി ഇറച്ചി വെക്കണ ധർമ്മവ്യാധന്റെ അടുത്തേക്ക് കൗശികനെ പറഞ്ഞു വിട്ടത്. വ്യാധഗീത എന്ന് പറയും. ആരും ചർച്ച ചെയ്യാറില്ല. എന്തെങ്കിലും നിശ്ചയിച്ച ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ഒരു ഗീതയാണ് മഹാഭാരതത്തിൽ. മഹാഭാരതത്തിന് അനവധി ഗീതകളുണ്ട്. ഭഗവത്ഗീത മാത്രമല്ല, അനുഗീത, ഉത്തരഗീത രണ്ടെണ്ണം ഭഗവാന്റെ തന്നെയുണ്ട്. അത് കൂടാണ്ട് വേറെ ഗീതകളുണ്ട്. അതിൽ ഒരു ഇറച്ചി വെട്ടുകാരൻ, ഉജ്ജയിനീത്തെ ഒരു ഇറച്ചി വെട്ടുന്ന ചാണ്ടാളന്റെ ഗീത അവൻ പഠിപ്പിക്കുക ഒരു ബ്രാഹ്മണ സന്യാസി. അത് വ്യാധഗീത. വ്യാസമഹർഷി അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സത്സംഗം എവിടെയും സംഭവിക്കും. ഇത് മനസ്സിലാക്കുക. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ ബന്ധങ്ങൾ, അറ്റാച്ച്മെന്റുകൾ, മമതകൾ നമുക്ക് വലിയ കടമ്പകളാണ്. പക്ഷെ ചിലപ്പോ ഈശ്വരനിശ്ചയം ഉണ്ടെങ്കിൽ ആ മമത വൈകുണ്ഠത്തിലേക്കുള്ള വാതിലുമാവും. പ്രഹ്ലാദനോടുള്ള മമതയും കൂടിയാണ് വാസ്തവത്തിൽ ഹിരണ്യകശിപുവിന് ഭഗവാനോടുള്ള വൈരത്തിന്റെ ഏറ്റവും വലിയ കാരണം, അവസാന മോക്ഷത്തിലേക്ക് പോകാനുള്ള കാരണം. തൻ്റെ മകൻ ചക്രവർത്തിയാവേണ്ടവൻ, തൻ്റെ സകലതും വാരിസായിട്ടിരിക്കേണ്ടവൻ അല്ലേ, അവൻ തലതിരിഞ്ഞു പോയി. മമതയാണ്, അറ്റാച്ച്മെന്റ്, എക്സ്പെക്ടേഷൻസ് ഗോൺ റോങ്. മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ തകരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ മകനെ കൊണ്ടുള്ള അറ്റാച്ച്മെന്റാണ് വാസ്തവത്തിൽ അരിശം വർദ്ധിപ്പിക്കുന്നത്. എൻ്റെ മകനെ നശിപ്പിച്ചു, എൻ്റെ മകനെ നശിപ്പിച്ചു. നന്നായിട്ട് അസുരരാജ്യം ഭരിക്കേണ്ട എൻ്റെ മകൻ ഹരിനാമം പാടിക്കൊണ്ട് നടക്കുന്നു. ആരാണ് അവനെ അങ്ങനെ ആക്കിയത്? അപ്പോ എൻ്റെ ശത്രു എൻ്റെ വീട്ടിൽ തന്നെ എനിക്കെതിരെ ശത്രുവിനെ ഉണ്ടാക്കി. ഈ ചിന്ത. അപ്പൊ മമത ചില സമയങ്ങളിൽ കറ നല്ലതാണ്. സർഫിന്റെ മത്സരം അത് ഉപയോഗിക്കേണ്ട രീതി ഉപയോഗിക്കാറാണ്. അരുണഗിരിനാഥന്റെ കഥയും പറയാറുണ്ട്. അരുണഗിരി വേശ്യാലയങ്ങളിൽ കറങ്ങി നടക്കുകയും ശരീരം അതിസൗന്ദര്യമുള്ള ആളായതുകൊണ്ട് സ്ത്രീലംബടനായിട്ടുള്ളൊരു ജീവിതം, സ്ത്രീകളുടെ ശരീരവർണ്ണനയെ കൊണ്ടുള്ള കവിതകൾ എഴുതുക, അങ്ങനെ മാത്രം ജീവിച്ച അരുണഗിരി അവസാനം ആറ്റുനോറ്റ് വളർത്തിയതാണ് ചേച്ചി, സ്വന്തം ചേച്ചി. അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു പോയിട്ട് ആ ചേച്ചി അവസാനം ഒരു നല്ല പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കും. പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു പതിവാണ് തലതിരിഞ്ഞ് ഒരു തൻ്റെ ജീവിതം നന്നാക്കാൻ ഒരു പാവ പെണ്ണിൻ്റെ ജീവിതം കളയുക. അങ്ങനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിച്ചാലെങ്കിലും ഉത്തരവാദിത്വ ബോധം വന്നിട്ടെങ്കിലും അവൻ നന്നാവട്ടെ എന്ന് വിചാരിച്ചു. അവരെന്നിട്ടും വേശ്യാസ്ത്രീകളുടെ അടുത്ത് പോയിക്കൊണ്ടിരുന്നു. അവസാനം കുഷ്ഠം വന്നു. കുഷ്ഠം വന്ന് എണീച്ച് നടക്കാൻ പറ്റാണ്ട് ശരീരവാസനകൾ ചോര ഒഴിച്ചും ചലമായിട്ട് കിടക്കുമ്പോൾ അവൻ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ആ വേശ്യയുടെ അടുത്തൊന്ന് പോയാൽ കൊള്ളാമെന്ന്, നീ എന്നെ ഒന്ന് അങ്ങോട്ട് കൊട്ടയിൽ ചുമന്നുകൊണ്ടു. ഇത് കേട്ടപ്പോ ആ ചേച്ചിക്ക് സങ്കടം സഹിക്കാണ്ട് പറഞ്ഞു, നിനക്ക് അത്ര ആഗ്രഹമാണ്, നീ എൻ്റെ ശരീരം ഉപയോഗിച്ചു. തെറ്റാമ്മയുടെ സ്ഥാനമുള്ള സ്വന്തം ചേച്ചി അത് നെഞ്ചിൽ കഠാരം കുത്തി ഇറക്കിയ പോലെ. പട്ടതിരിപ്പാട് എത്രയോ ദിവസം വൈകിട്ട് 11 മണിക്കും 12 മണിക്കൊക്കെയാണ് ഉച്ചയ്ക്ക് എണീച്ചു വരിക. കോണം കൊടുത്തിട്ട് പണ്ടും ചാടിപ്പോയിട്ടുണ്ട്. പക്ഷെ ഏതോ ഒരു ദിവസം കവടിപ്പലകെ ചാടിപ്പോയപ്പോൾ പിഷാരടി പറഞ്ഞു, നല്ലൊരു ജന്മം കിട്ടിയിട്ട് ബ്രാഹ്മണ ജന്മം കിട്ടി നശിപ്പിക്കണമല്ലോ. കേൾക്കേണ്ട സമയത്തെ മനസ്സിലാവും, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അന്ന് കേട്ടു പട്ടതിരി, അന്ന് അരുണഗിരിക്ക് കിട്ടി. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തിരുവണ്ണാമല ഗോപുരത്തിൽ, മുരുകന്റെ ഗോപുരത്തിന്റെ മുകളിൽ പോയിട്ട് താഴേക്ക് ചാടി. മുരുകൻ കയ്യിൽ പിടിച്ചവിടെ നിർത്തി.
ചുമ്മാ ഇരുത്തി എത്രയോ കാലം ഇരുന്ന് ജപിച്ചു. ശരീരത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള ഈ എന്താ പറയുക വർണ്ണങ്ങളൊക്കെ പോയി. ഒരു ദിവസം വരികയും വന്നു അരുണഗിരി നീ പാടുക. ഞാൻ എന്ത് പാടാനാണെന്ന് ചോദിച്ചു. എന്നെ കുറിച്ച് പാടുക. ഞാൻ സ്ത്രീകളുടെ ശരീരവർണ്ണന നടത്തി എൻ്റെ സരസ്വതി ദുഷിച്ചു പോയി. എനിക്ക് നിന്നെ പറ്റി പാടാൻ അറിയില്ല. നാക്ക് നിട്ട് വേരെടുത്ത് തിരിച്ചു പിടിച്ചു. നാക്കിൽ ഓങ്കാരം എഴുതി കൊടുത്തു. ഇനി പാടുക. അപ്പൊ പാടിയത് മുത്തത്തിരി പത്തി തിരുനകേത്തിക്കരി ശക്തിച്ചരണ മുത്തു കുരുവിത്ത് കുരുവരേന പോകുന്നു. ഇന്നും രാത്രി മുരുകനത് കേട്ടിട്ടണോ ഓർക്കണം. പഴിയും തിരുപ്പരംകുണ്ടത്തും ഒക്കെ ഇരുപ്പുകളും അന്തരനുഭൂതി എഴുതി അരുണഗിരിനാഥന്റെ കഥ. അപ്പോ എപ്പോൾ ട്രാൻസ്ഫോർമേഷൻ വരുമെന്ന് പറയാൻ പറ്റും. ബന്ധം മമത എന്ന് പറയുന്നത് ദുഷിപ്പാണെങ്കിലും അവസാനം ആ വിഷം ചിലപ്പോൾ അമൃതമായിട്ട് മാറുന്ന അവസ്ഥയായിട്ട് അജാമിളന്റെ കാര്യമായി മാറാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മമതയുള്ള വസ്തുക്കളിലൊക്കെ ഈശ്വരനെ കണ്ട് ശീലിക്കുക ആരോഗ്യമുള്ള കാലത്തെ. അപ്പൊ ഇതിനെ മുഴുവൻ അവസാനം ഈശ്വരനായിട്ട് സമർപ്പിച്ചു പോകാൻ പറ്റും. അല്ലാണ്ട് സാധാരണ മനുഷ്യന് ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. ത്യാഗമൂർത്തി മഹാദേവനാണ്. ത്യാഗരാജൻ ഭഗവാനെ വിളിക്കുന്നതുകൊണ്ട് സ്വന്തം ശരീരം പോലും ത്യജിച്ചത്. ഒരു പകുതി ഭാര്യയ്ക്കും ഒരു പകുതി ഭാര്യയുടെ അമ്മയ്ക്കും കൊടുക്കും. അതുപോലെ എല്ലാവർക്കും സാധിക്കില്ല. അപ്പൊ എങ്ങനെയാ ത്യാഗം വളർത്തുക? ഗീതയുടെ സന്ദേശം എന്താ? ഒരു വാക്കിൽ പറഞ്ഞൊരു ഗുരുനാഥാണ് ശ്രീരാമകൃഷ്ണദേവനോട് ചോദിച്ചപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഗീതയെ തിരിച്ചിട്ടാണല്ലോ. ഗീതയെ തിരിച്ചിട്ടാ ത്യാഗീന്നുമില്ല. ത്യാഗി 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 താഗി 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 തിരിച്ചു പറഞ്ഞ. അപ്പൊ ത്യാഗി ആവുക എന്നുള്ളത് ഗീത പഠിപ്പിച്ചത്. സമർപ്പിക്കുക. എല്ലാം കയ്യിലിരിക്കുമ്പോഴും എൻ്റെ അല്ല ഒക്കെ നിന്റെ അഭിമാനം. അങ്ങനെയുള്ളവൻ ഈ ശരീരവും എളുപ്പം കളഞ്ഞിട്ട് പോകാം. മൃത്യുഞ്ജയം പഠിപ്പിക്കുന്നത് എങ്ങനെ മരിക്കണം എന്നാണ്. അല്ലാണ്ട് മരണത്തിന് രക്ഷപ്പെടലുള്ളൂ. അതിന് വേറെ വിദ്യയുണ്ട്, മൃതസഞ്ജീവനിക്ക് വരും. അപ്പൊ ഇവിടെ ഏത് ബന്ധത്തിൽ നിന്നും പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടുള്ള വിദ്യക്ക് എളുപ്പ വഴി ആ ബന്ധത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ മുറിച്ച് വേദനിച്ച് ഉപേക്ഷിച്ച് പോവല്ല. ആ ബന്ധത്തിന്റെ മുളയിൽ തന്നെ അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊരു വിവാഹം കഴിക്കണോ, പ്രണയിക്കണോ, ചെറുപ്പക്കാർ ഇതിന്റെ റെക്കോർഡിങ് ചെറുപ്പക്കാർ കേൾക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ലൈവ് കാണുന്നുണ്ടാവും. അവരോടാണ് പറഞ്ഞ ജീവിതം തുടങ്ങിയിട്ടുള്ളവരോട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം തന്നെ ജീവിക്കുക. പക്ഷെ അതൊക്കെ ഭഗവാന് മനസ്സുകൊണ്ട് സമർപ്പിച്ചുകൊണ്ടിരിക്കുക. പുറമെ നിങ്ങൾ കാണിക്കേണ്ട ഒരാവശ്യമില്ല. ആരെയും ബോധ്യപ്പെടുത്തണ്ട. സമർപ്പിക്കുക, സമർപ്പിക്കുക, സമർപ്പിക്കുക. ഓരോ സന്തോഷവും സമർപ്പിക്കുക. എല്ലാം സമർപ്പിക്കുക. ദുഃഖം സമർപ്പിക്കുക. കല്ലുകൾ കിട്ടിയാലും പൂമാല കിട്ടിയാലും സമർപ്പിക്കുക. മനസ്സ് ശുദ്ധവും. ഒന്നും ഉള്ളി വെച്ചേക്കരുത്. ഒഴിച്ചിടുക. മനസ്സ് ശുദ്ധമാക്കി വെച്ചാൽ കടന്നു പോകുമ്പോഴും ഭാരമില്ലാണ്ട് പോവാം. അറിവിന്റെ ഭാരമില്ലാണ്ട്, വികാരങ്ങളുടെ ഭാരമില്ലാണ്ട്. കുറേ പഠിച്ച് തലേ കയറ്റിയാലേ ആവാം. ഈ തലേ കയറ്റിയത് അവർക്കലാണ് ഏറ്റവും വലിയ വിദ്യ. ഇപ്പൊ കഴിഞ്ഞ ദിവസം പൂനെ ദേവാലയം നവാക്ഷന്റെ വ്യാഖ്യാനം പറഞ്ഞ സമയത്ത് ആ വിച്ചേ എന്ന് പറഞ്ഞ വാക്കുണ്ട്. നവാക്ഷരി മന്ത്രത്തിന്റെ അവസാനം പറഞ്ഞ വാക്കാണ്. അമ്മയോട് പറഞ്ഞ വെട്ട്, നീ വെട്ട്. എന്ത്? ഈ തലേ കയറ്റി വെച്ചത് മുഴുവൻ ഈ ശരീരമാണെന്നുള്ള ബോധം. ഇത് വെട്ട് എന്നാണ്. ആ വെട്ട് എന്ന് അമ്മ രൗദ്രത്തിൽ ചെയ്യണത് നാരായണൻ സൗമ്യത്തിൽ ചെയ്യുന്നു വിചാരിച്ച. അതിസൗമ്യായ അതിരൗദ്രായ രണ്ടും ഒന്നാണ്. അപ്പൊ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അജാമിളന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണാടിയാണ്. നമ്മുടെ നിത്യ ജീവിതത്തിൽ ഓരോ പോരാട്ടങ്ങളുടെയും ഓരോ പ്രതിസന്ധികളുടെയും നമുക്ക് വരുന്ന പ്രലോഭനങ്ങളുടെ, നമുക്ക് വരുന്ന ശ്രദ്ധക്കുറവുകളുടെ, ഡിസ്ട്രാക്ഷൻസിന്റെ നോക്കൂ. ഭക്തി ഉണ്ടാക്കാൻ നടക്കേണ്ടതെന്ന് സമർപ്പിക്കാൻ മതി. ശ്രദ്ധ വളർത്തിയാൽ മതി. ശ്രദ്ധയുണ്ടെങ്കിലേ ഭക്തി വരുള്ളൂ. ശ്രദ്ധ വന്നാൽ ഭക്തി താനെ വരും. ഭക്തി ശ്രദ്ധയില്ലാണ്ട് വരികയാണ്. ശ്രദ്ധ വരണമെങ്കിൽ സമർപ്പണം വരണമെങ്കിൽ സ്മരണ എന്നാ തുടങ്ങണം. അപ്പൊ നാമത്തിനാ തുടങ്ങണം. നാമം, സ്മരണ, സമർപ്പണം, ശ്രദ്ധ, ഭക്തി. ഇല്ലെങ്കിൽ എന്താ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള വഴിപാട് കഴിക്കുന്ന ആരാധന മാത്രമേ ഉള്ളൂ. നമ്മളും ഭഗവതിയും ഭഗവാനും തമ്മിൽ വെറും ഒരു കച്ചവടമാണ്. ഞാൻ ഇത് തരാം, നീ എനിക്ക് ഇതാ. അപ്പൊ അമ്മ കണക്ക് വയ്ക്കും, ഗുരുവായൂരപ്പൻ കണക്ക് വയ്ക്കും.
തന്നോ ഇല്ലയോ? ഇപ്പം ഞാൻ രാവിലെ വരുന്ന സമയത്ത് ഒരു ലക്ഷം തിരുമേനി പറഞ്ഞു കേട്ടു പ്രഭാഷണത്തിൽ, വഴിപാടുകൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ പ്രാർത്ഥിക്കും, പിന്നെ സമയമില്ല ചെയ്യാൻ, പിന്നെ ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കണം. അത് ജ്യോതിഷൻ്റെ അടുത്ത് പോകുമ്പോഴാണ് പറയാം, നിങ്ങളിങ്ങനെ വഴിപാട് കഴിക്കാനുണ്ട്, ഇത്ര നന്ദി കെട്ടവരാണ് ആലോചിക്കുന്നത്. സ്നേഹം കൊണ്ടോ ഭഗവാനെ കീഴടക്കാൻ നമുക്കറിയില്ല, ഒരാളുടെ പ്രലോഭിപ്പിച്ചിട്ട് ഒരു കാര്യം തരാന്ന് പറഞ്ഞ വിശ്വാസം അദ്ദേഹത്തിന് നമ്മളെ കൊടുക്കുന്നത് നക്കാപ്പിച്ചോണ്ട് എന്ത് നമ്മൾ എന്ത് കൊടുത്താലും നക്കാപ്പിച്ച സ്വർണ്ണക്കിരീടോ ഭഗവാനെടുത്ത് തൂക്കി വലിച്ചത് മനസ്സവിടെ ഇല്ലാന്നുള്ളത്. നിങ്ങൾ ക്ഷേത്രത്തിൽ ഗോപുരം പണിത് കൊടുത്തോ, എന്ത് കാര്യങ്ങൾ പണിച്ചോ, മനസ്സവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഭഗവാൻ അത് തൃണത്തിന് സമമാണ്. അതുകൊണ്ട് എന്ത് കൊടുക്കുമ്പോഴും സമർപ്പണ ബുദ്ധിയാ കൊടുക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭഗവാനെ ഈ കച്ചവടത്തിലേക്ക് വലിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല. കുറ്റബോധം, ഭയം, ഡിസ്ട്രാക്ഷൻസ്, ടെംപ്ടേഷൻസ്, ഇതൊക്കെ അജാളന്റെ കഥയിൽ നിന്ന് നമ്മൾക്കുള്ളതാണെന്ന് മനസ്സിലാക്കാവുന്നു. പക്ഷെ ഒരു കാര്യം പഠിപ്പിക്കുന്നത്, ഒരു വീഴ്ചയും അവസാനത്തെ വീഴ്ച, ഒരു വീഴ്ചയും അവസാനത്തെ വീഴ്ചയിൽ ആത്മാവില്ല. കാരണം മനുഷ്യജന്മം അത്രയ്ക്ക് വിശുദ്ധവും അത്ര വിലമതിക്കാത്തതുമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനോടുള്ള അമൃതത്തിന്റെ മകനെ എന്ന് ഭഗവാൻ അത്ര കോൺഫിഡന്റ് ആയിട്ട് വിളിക്കുന്നത്. നോക്കൂ, സനാതനധർമ്മത്തിന്റെ ബ്യൂട്ടി അതല്ലേ, ഈ ജനിച്ചിട്ടുള്ളവരൊക്കെ മഹാഭാവികളാണെന്നും നമ്മളൊക്കെ നശിക്കാൻ പോണവരാണെന്നും പാപത്തിൽ പെട്ട് കിടക്കുന്നവരാണെന്നും സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളൊക്കെ അമൃതത്തിന്റെ മക്കളാണെന്നാണ് പഠിപ്പിക്കണം. എല്ലാറ്റിനും സാധ്യതകൾ ഉണ്ടെന്നാണ് പഠിപ്പിക്കുന്നത്. സർവതന്ത്ര സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു, ഏത് രൂപത്തിൽ ഇഷ്ടമുള്ള രീതിയിൽ ആരാധിക്കാൻ. എന്നിട്ടും അതനുസരിക്കാതെ നടക്കണമെന്ന് നമ്മുടെ അഹങ്കാരം. അതല്ലേ നമ്മുടെ ധർമ്മത്തിന് ഇനി അവസ്ഥയെ കുറിച്ച്. ഇപ്പൊ ഇവിടെ വന്നിരുന്ന് കേൾക്കുന്ന പലരും ഒരു 30 വയസ്സിന് മുമ്പ് ഇങ്ങനത്തെ വല്ലതിന് പോയിരുന്നു. Let me ask some hard questions. കഠിന ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഉള്ളിൽ തൊട്ട് പറയും. 30 വയസ്സിന് മുമ്പ് നിങ്ങൾ കേൾക്കാൻ പോയിരുന്നവർ എത്ര പേരുണ്ടാവും? ഞാൻ കൈവക്കാനൊന്നും പറയാൻ പോകുന്നില്ല, കാരണം വളരെ കഷ്ടമില്ല. ഞാൻ കൈവക്കാൻ പറഞ്ഞു വ്യാസപീഠത്തിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. സാറിന് വളരെ പാവം മനുഷ്യനാണ്, താഴെ ഇറങ്ങിയ ഇവിടെ ഇരിക്കുന്നത് പറയും. അതെൻ്റെ ഡ്യൂട്ടിയാണ് ഇവിടെ ഇരുന്ന് പറയാറുണ്ട്. അത് സാധിക്കാണ്ട് പോയത് കൊണ്ടാണ് നമ്മൾ നീ ഗതിയത്. അതുകൊണ്ടാണ് മക്കൾക്ക് നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇന്ന് കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അവർ അച്ഛനമ്മമാർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ആ കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്, അല്ലാതൊരു പേര്. കാരണം അവർക്ക് വേണ്ട രീതിയിലേക്കുള്ള സപ്താഹങ്ങളോ ഇനി ഉണ്ടാവാനിരിക്കണുള്ളൂ. ആ ഫോർമാറ്റുകൾ വരേണ്ട കാലം അതുക്കെന്ന് വെച്ച് കഴിഞ്ഞു. ചോദ്യോത്തരങ്ങൾ ഉണ്ടാവണം, ഭാഗവതം ചർച്ചയ്ക്കണം. അങ്ങനെ സ്വപ്നം കണ്ടൊരു മഹാത്മാവ് ഭാഗവതാംസം പള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി, അദ്ദേഹത്തിന്റെ ആശയം, ഈ സത്രം എന്നുള്ള ആശയം തന്നെ വരാൻ കാരണം ഭാഗവതം ചർച്ചയ്ക്ക് വരണം. ചോദ്യങ്ങൾ ചോദിക്കാം, ആചാര്യന്മാർ ഉത്തരങ്ങൾ കൊടുക്കും. ചർച്ച എന്നുള്ള ആശയം, പക്ഷെ അതും ഇന്ന് പ്രഭാഷണ ഫോർമാറ്റിലാണ്. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം, ഇവിടുന്ന് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കണം. അങ്ങനെ അന്യോന്യം കൊടുത്തും പറഞ്ഞും ധർമ്മം അങ്ങനെ വളർന്നാണ്. നോക്കൂ, മഹാദേവൻ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അമ്മ കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഉമാമഹേശ്വര സംവാദം. അമ്മ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഭഗവാൻ ഉത്തരം പറഞ്ഞു. ഇടയ്ക്ക് അമ്മ പറഞ്ഞു, നിർത്തൂ മഹാദേവ, എനിക്കിതിൽ സംശയമുണ്ട്, പറഞ്ഞു കൊടുക്കുന്നു. തിരിച്ച് ഭഗവാനും തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അമ്മടേത് പഠിക്കുന്നു. നമ്മുടെ ധർമ്മത്തിൽ ഏത് ഗ്രന്ഥത്തിനും ഒരാൾ ഇരുന്നിട്ടില്ല ഇങ്ങനെ ലൗഡ് സ്പീക്കറുമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിസ്റ്റങ്ങളുള്ളത് ഇല്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല ശരിക്കും സനാതന ധർമ്മത്തിൽ. അതുകൊണ്ട് ഓരോരുത്തരും ചോദ്യങ്ങൾ ചോദിക്കണം. നമുക്കിത് പറഞ്ഞിട്ടില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. അതുകൊണ്ട് നാമം ജപിക്കുക, അവരവരുടെ മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധമാക്കിയിട്ട് നാമം എന്നുള്ള ഒന്നാമത്തെ പടി നിന്നാൽ സ്മരണയുണ്ടാകും. സ്മരണയുണ്ടെങ്കിൽ സമർപ്പണ ബുദ്ധി വരും. സമർപ്പണ ബുദ്ധി വന്നാൽ ശ്രദ്ധ വരും. ശ്രദ്ധ വന്നാൽ ഭക്തി താനവരും മനസ്സാണ്. ശ്രീരാമനാണ് ബ്രഹ്മം നടുക്ക് നിൽക്കുമ്പോൾ ശ്രദ്ധയാണ് ലക്ഷ്മണൻ ആദ്യം വരണമാണ്. ശ്രീരാമന്റെ ഒപ്പമേ ജനിച്ചത്. ഭഗവാന്റെ സ്മരണ വരുമ്പോൾ തന്നെ ശ്രദ്ധ ജനിച്ചിട്ടുണ്ട് കൂടെ. ഭക്തിയാണ് സീത പിന്നെ വരുന്നത്. ഹനുമാനല്ല ഭക്തി, പ്രണയം ഭക്തി സീത. ഹനുമാൻ മനസ്സാണ്. ശ്രദ്ധയും ഭക്തിയും അപ്പുറം ഇപ്പുറയും നിന്നാൽ മാത്രമേ കുരങ്ങിന്റെ സ്വഭാവമുള്ള മനസ്സ് ഇത്ര ശക്തനായ മനസ്സാണെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെ ഇരിക്കുള്ളൂ. ആ ചിത്രം വെറുതെ വെച്ച് പൂജിക്കാനുള്ളതല്ല, അത് മനസ്സിലാക്കാനുള്ളതാണ്. അപ്പൊ നേരത്തെ ചോദിച്ചൊരു ചോദ്യം,
ഒരു മഹാഭാവി ഒരു പ്രാവശ്യം നാമം ജപിച്ചാൽ മാത്രം അവൻ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അവന്റെ പാപങ്ങൾ കൊണ്ട് ദുരനുഭവം ഉണ്ടായിട്ടുള്ള ആ സാധുക്കള് അവർക്ക് എന്ത് ന്യായമാണുള്ളത്, എന്ത് തരം നീതിയാണ് അവർക്ക് കിട്ടുക എന്നൊക്കെ ചോദിക്കുന്നത് വാസ്തവത്തിൽ ഒന്നാന്തരം ഒരു ചോദ്യം. വേദാന്തം, ഭക്തി, കർമ്മം, കൃപ ഇതിൻ്റെ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ചർച്ചയാണ് ആ ചോദ്യത്തിൽ. ഒരു കാര്യം മനസ്സിലാക്കണം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മം നാമം ജപിച്ചത് കൊണ്ട് ഇല്ലാണ്ടാവില്ല. പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യ ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല നാമം ജപിച്ചുകൊണ്ട് കർമ്മം ഇല്ലാണ്ടായി. അതെങ്ങനെയാണ്? എല്ലാ കർമ്മങ്ങളും കത്തിച്ചാമ്പലായിട്ട് പോകുന്നത് എപ്പോഴാ? സമർപ്പണ ബുദ്ധി വരുമ്പോഴാണ്. അത് എങ്ങനെ? അതിനൊരു ക്രമമുണ്ട്. അജാമലൻ നാരായണ എന്നുള്ള പറയുന്നത് വേറൊരു ശബ്ദമല്ല, അത് അവനവന്റെ ഉള്ളിൽ ആ ഭഗവാന്റെ സ്വരൂപം ഇങ്ങനെ ഒരു പൊട്ടണ പൊട്ടി വരുന്ന മാതിരിയാണ് നാമം വരണം. ശ്വാസം പോകണം, മരിക്കണ നേരത്ത് അങ്ങനെ വരണം. അങ്ങനെ വരുന്ന സമയത്താണ് ആ ഉണർവുണ്ടാവുന്നത്. അത് അങ്ങനെ വരുമ്പോൾ എന്താ? ആത്മാവിനറിയാം, ഒരു പരമദുഷ്ടന്റെ ആത്മാവിന് ഒരു ഉള്ളിനുള്ളിൽ അറിയാം ഞാൻ ചെയ്യണ തെറ്റാണ്, ചെയ്യണ തെറ്റാണ്, ചെയ്യണ തെറ്റാണ്. ഈ വിഷമത്തോടു കൂടിയാണ് ഇവൻ അടുത്ത ജന്മത്തിലേക്ക് പോകുന്നത്. വാസ്തവത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കുന്ന സ്വർഗവും നരകവും ഒക്കെ നമ്മുടെ മനസ്സാണ് അനുഭവിക്കുന്നത്. ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന മനസ്സ്, അതിനെയാണ് പ്രേതം എന്ന് വിളിക്കുന്നത്. ഈ ശരീരമില്ല, പക്ഷെ അത് ഫുൾ ഓഫ് റിഗ്രറ്റുകളാണ്. എനിക്കിന്നത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ ചെയ്തു. ശരീരം വിടുന്നതോടുകൂടി ഈ ശരീരത്തിന്റെ ഓർമ്മ മാത്രമല്ല, അതിന് മുമ്പുണ്ടായിരുന്ന ശരീരങ്ങളുടെ ഓർമ്മ പോലും കയറി പുറത്തേക്ക് വരും. കാരണം ഈ ശരീരമായിട്ടുള്ള ബന്ധനം അവസാനിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഈ കുറ്റബോധമാണ് നമ്മളെ വൈതരണി, കുംഭീഭാഗവും അന്ധതാമിശ്രവും ഒക്കെ ആക്കിയിട്ട് മാറ്റുന്നത്. മനസ്സിലായി? അപ്പൊ നാം ജപിക്കുന്ന സമയത്ത് ഈ കുറ്റബോധത്തിൽ മുങ്ങിക്കിടക്കുക. ഒരു ജീവിതകാലം മുഴുവൻ ഞാൻ ചെയ്തൊരു പാപവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ മനസ്സിൽ കിടക്കുന്ന എൻ്റെ ഒരു വ്യക്തിബോധം, ലൈഫ് ലോങ് ഐഡന്റിഫിക്കേഷൻ വിത്ത് സിൻ, അതാണ് ഒരു സെക്കൻഡ് കൊണ്ട് ഒരു നാമം ജപിക്കുമ്പോൾ പൊട്ടി ഇല്ലാണ്ടാവുന്നത്. അതുകൊണ്ട് നാമം ജപിക്കാനാണ്. അത് കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, കഴിഞ്ഞ കർമ്മങ്ങളെ കത്തിക്കാനുള്ള ഒരു അവസരം ഒരുക്കുകയും പുതിയ ദുഷ്കർമ്മങ്ങളോ സത്കർമ്മങ്ങളോ അതിൽ ഫലമിച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവണതയെ നമ്മൾ രക്ഷിക്കുകയും ചെയ്യും. പുതിയ കർമ്മം ഉണ്ടാക്കാണ്ടിരിക്കുക വരും. അതിൻ്റെ അർത്ഥം മിണ്ടാണ്ടിരിക്കുക എന്നല്ല, ചെയ്യേണ്ടി വരും നമുക്ക്. അത് ഈശ്വരന് സമർപ്പിച്ച് ചെയ്യാനുള്ള ബുദ്ധി വളർത്തിയെടുക്കുക. അപ്പോഴും പഴയ കർമ്മങ്ങൾ ഫലവത്താവും, പക്ഷെ അത് സ്വീകരിക്കുന്ന വ്യക്തി പഴയ ആളല്ല. മനസ്സിലായ വ്യത്യാസം? യമദൂതന്മാർ വരുന്നതിന് മുമ്പുള്ള അജാമളനല്ല, അവർ വന്നു പോയതിന് ശേഷമുള്ള അജാമളൻ. നാരായണ എന്ന് വിളിക്കുന്നതിന് മുമ്പുള്ള അജാമളനല്ല, നാരായണ എന്ന് വിളിച്ചതിന് ശേഷമുള്ള അജാമളൻ. ഇതുമാതിരി ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്കും. ഭഗവാന്റെ നാമം നമ്മൾ പിടിക്കുന്നതിന് മുമ്പുള്ളൊരു നമ്മളും അതിന് ശേഷമുള്ളൊരു നമ്മളും. അതിനുശേഷവും നമ്മൾ കർമ്മം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ മുമ്പ് ഇരുന്നിട്ട് നിരാശനായിട്ട് നെഞ്ചതടിച്ച് നിലവിളിച്ചിരുന്ന നമ്മളല്ല. ഇപ്പൊ നമ്മൾ നാമം കൊണ്ട് അത് സമർപ്പിച്ച് ജീവിക്കാൻ പറ്റും. അതാണ് ശരിയായുള്ള ജീവിത വിജയം. ഭഗവാൻ അങ്ങനെ നടത്തി തരുന്നത്. ഭഗവാൻ പ്രകൃതിയുടെ ഒരു കാര്യത്തിന് ഇടപെടില്ല. സാക്ഷി 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 മറക്കരുത്. അപ്പൊ പുതിയ അജാമളൻ എങ്ങനെയാ ബിഹേവ് ചെയ്യുക? വരുന്നതൊക്കെ ഈശ്വര നിശ്ചയം, അനുഭവിക്കുന്നതൊക്കെ എൻ്റെ പ്രാരബ്ധം. ഞാൻ നല്ലത് അനുഭവിച്ചാൽ, എന്നെ ആരെങ്കിലും ആദരിച്ചാൽ അതും ഒരു പൂർവ്വകർമ്മം, ഭഗവാനെ നടക്കും. ആരെങ്കിലും എന്നെ അപമാനിച്ചാൽ ഭഗവാനെ അതും പൂർവ്വകർമ്മം. ഗുരുവായൂരപ്പന്റെ മുന്നിൽ ചെന്നിട്ട് മാറൂ 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 പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, ഒന്ന് മാറ്, ഇനിയെങ്കിലും ഒന്ന് മാറ്, ഇനിയെങ്കിലും ഒരു മാറ്റം വരുത്തതെന്ന് അവർ ഭഗവാൻ അവരെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാഴ്ചപ്പാട് മാറി അല്ലേ? അങ്ങനെ ചിന്തിച്ചാൽ മതി. ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചോ, അവരെ തൊഴുക. കാരണം എന്താ? അത്രയും കർമ്മം എടുത്തോണ്ട് പോയി. സന്തോഷം. അങ്ങനെ ചിന്തിക്കാൻ പഠിച്ചാൽ ഈ മാറ്റം നാമസ്മരണ വന്നോട് കൂടിയിട്ട് താനെ വരും. വൈകുണ്ഠത്തിലേക്ക് ഉടനെ തന്നെ പോകുന്നില്ല. വർഷങ്ങൾ പശ്ചാത്തപിച്ചും തപസ് ചെയ്തിട്ടും കർമ്മത്തെ കത്തിച്ചു. വളരെ മിനിമം സൗകര്യമുള്ള ജീവിതം, ഭക്ഷണം ശരിക്കുണ്ടാവില്ല, വെറും നിലത്ത് കിടന്നുറങ്ങലായിരിക്കും. ഇതൊക്കെ ചെയ്ത് പ്രായശ്ചിത്ത കർമ്മങ്ങൾ മുഴുവൻ ചെയ്ത് തന്നിൽ പരിവർത്തനം വരുത്തി വൈകുണ്ഠത്തിലേക്ക് എത്തിക്കണം.
രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഒരിക്കലും ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ഭഗവാന്റെ കൃപ എന്ന് പറയുന്നത് നമുക്കൊരു എസ്കേപ്പ് റൂട്ടല്ല, അതൊരു ഗ്രൂപ്പ് ഹോളല്ല. ഇപ്പം ഇതൊക്കെ ചെയ്തിട്ട് നാളെ പശ്ചാത്തലിച്ച് നാളെ തപസ് ചെയ്യാം എന്ന് കരുതി. പഴയ കാലത്ത് എന്തിനാണ് ഈ വാനപ്രസ്ഥ സന്യാസങ്ങൾ എടുത്തിരുന്ന വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഗാർഹസ്ഥ്യവും ബ്രഹ്മചര്യ കാലത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ, ഈ ജന്മത്തിൽ ഇനി അടുത്ത സൈക്കിളിൽ അടുത്ത ചക്രത്തിലേക്ക് വീണ്ടും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ അതല്ലല്ലോ ചെയ്യണം. മരിക്കുന്ന നേരത്ത് അവസാനമായിട്ടൊന്നും മക്കളുടെ അടുത്ത് അമേരിക്കയിൽ പോകാൻ പറ്റിയില്ല, ആ വീടിൻ്റെ ചോർച്ച അടയ്ക്കാൻ പറ്റിയില്ല, ഇതൊക്കെയാണപ്പോൾ നമ്മുടെ പ്രശ്നം. അങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ചോർച്ചയിൽ ഒരു 8 കാര്യമൊക്കെ ആയിരിക്കും പിന്നത്തെ ജന്മം ചിലപ്പോൾ. ആ ചോർച്ച മനസ്സിൽ അവിടുത്തെ ചോർച്ച ഇതായിരിക്കും. ശരീരം പോകുമ്പോൾ അവസാനത്തെ ചിന്ത ഇപ്പോൾ എല്ലാം മനസ്സിൽ ഭക്ഷണം ഉണ്ടാവും. അതുകൊണ്ട് ഭഗവാന്റെ കൃപ എന്ന് പറഞ്ഞാൽ അതിന് ഫ്രീ പാസ് അല്ല, കടന്നു പോകാൻ വളരെ എളുപ്പത്തിൽ അങ്ങോട്ട് കടന്നു പോകാനുള്ള രക്ഷപ്പെടാനുള്ള ഒരു മാർഗവുമല്ല. അത് നമ്മുടെ അഹങ്കാരത്തിന് ഒരുക്കാനും നമ്മുടെ ഉള്ളിലുള്ള കുറ്റബോധത്തിനെ മുഴുവനായിട്ട് കഴുകിക്കളയാനും യഥാർത്ഥ പശ്ചാത്താപത്തിന് ഉണ്ടാക്കാനും നമ്മുടെ ഉള്ളിലുള്ള പരിവർത്തനത്തിനെ ഉണർത്തിക്കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ ഇതാണ് നമ്മുടെ അജാമിള കഥ പഠിപ്പിക്കുന്നത്. അതായത് ഒരു തവണയെങ്കിലും ഭഗവാന്റെ നാമം സത്യസന്ധമായിട്ട് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെ നേടാൻ പറ്റില്ല എന്ന അജാമിളന്റെ ജീവിതം കാണിച്ചു. നമ്മുടെ ഗൃഹസ്ഥന്മാർക്കുള്ള ഏറ്റവും വലിയ പാഠം ഭാഗവതത്തിൽ അജാമിള കഥ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ചൊറ്റാനിക്കരയുടെ നിർമ്മാണത്തിൽ ഈ പ്രഭാഷണത്തിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പന്റെ നാമത്തെ സമർപ്പിക്കുന്നു. നാരായണ